നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ആസിഡ്സ് ആൻഡ് ബേസസിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കിയുള്ളൂ, ടു ഐഡൻറ്റിഫൈ ബോത്ത് ആസിഡ്സ് ആൻഡ് ബേസ് വി യൂസ്, അതായത് ആസിഡിനെയും ബേസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. എന്താണ്? ആസിഡിനെയും ബേസിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നു. റൈറ്റ് ദ നെയിം ഓഫ് ദി ആസിഡ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ആപ്പിൾ. ആപ്പിളിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ആസിഡ് ഏതാണ്? മാലിക് ആസിഡ്. അടുത്തത്, ക്ലാസിഫൈ ദ സ്ട്രോങ് ആസിഡ്സ് ആൻഡ് വീക്ക് ആസിഡ്സ് ഫ്രം ദ ഫോളോയിങ്. താഴെ കുറച്ച് ആസിഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്ട്രോങ് ആസിഡ്സ് ഏതൊക്കെയാണ്, വീക്ക് ആസിഡ്സ് ഏതൊക്കെയാണ് അതെങ്ങനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ള ആസിഡ്സ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, അസറ്റിക് ആസിഡ് ഉണ്ട്, നൈട്രിക് ആസിഡ് ഉണ്ട്, സൾഫറിക് ആസിഡ് ഉണ്ട്, സിട്രിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സ്ട്രോങ്, ഏതൊക്കെയാണ് വീക്ക്? സ്ട്രോങ് ആസിഡ്സ് നൈട്രിക് ആസിഡ്, സൾഫറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതാണ്. വീക്ക് ആസിഡ്സിന് എക്സാമ്പിൾ അസറ്റിക് ആസിഡും സിട്രിക് ആസിഡും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ടേക്ക് ദ ഗ്ലാസ് ടംബ്ലേഴ്സ് ഫ്രം ദ സയൻസ് കിറ്റ് ആൻഡ് അറേഞ്ച് ദം ഓൺ ദ ഡെസ്ക്. അതായത് നമ്മൾ സയൻസ് കിറ്റിൽ നിന്ന് ഗ്ലാസ് ടംബ്ലേഴ്സ് എടുക്കണം, ഗ്ലാസ്സുകൾ എടുക്കുക, എന്നിട്ട് അതിനെ നമ്മൾ ഡെസ്കിൽ അറേഞ്ച് ചെയ്യുക. ആഡ് 2 or 3 ഡ്രോപ്സ് ഓഫ് വിനെഗർ, ടാമറിൻ വാട്ടർ, ലെമൺ ജ്യൂസ്, സാൾട്ട് സൊല്യൂഷൻ, ആഡ് സസ്പെൻഷൻ ആൻഡ് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ഇൻറ്റു സെപ്പറേറ്റ് ടംബ്ലേഴ്സ്. ഈ പറയുന്ന ഗ്ലാസ് ടംബ്ലേഴ്സിൽ പിന്നെ 2 or 3 ഡ്രോപ്സ് ഏതൊക്കെ ഒഴിക്കണമെന്ന് അറിയാമോ? വിനാഗിരി ഒഴിക്കണം, പിന്നെ ടാമറിൻ വാട്ടർ, അതായത് പുളിവെള്ളം, ലെമൺ ജ്യൂസ്, നാരങ്ങാ നീര്, പിന്നെ സോൾട്ട് സൊല്യൂഷൻ, ഉപ്പുവെള്ളം, ആൻഡ് ആഷ് സസ്പെൻഷൻ. ആഷ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ചാരം കലക്കിയ വെള്ളം, അതാണ് ആഷ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് ബേക്കിംഗ് സോഡ അറിയാലോ, അപ്പക്കാരം. ഇത്രയും സൊല്യൂഷൻസ് 2 or 3 തുള്ളി നമ്മൾ ഈ ഓരോ ഗ്ലാസ് ടംബ്ലേഴ്സിലും ഒഴിക്കുക. പോർ ഹാഫ് എ ഗ്ലാസ് ഓഫ് പതിമുഖം വാട്ടർ ഇൻറ്റു ഈച്ച് ടംബ്ലർ. അതിനുശേഷം ഒരു ഗ്ലാസിൻ്റെ പകുതിയോളം ഭാഗത്ത് നമ്മുടെ പതിമുഖം വെള്ളം ഉണ്ടല്ലോ, ആ പതിമുഖം വെള്ളം ഓരോ ഗ്ലാസ്സിലും ഒഴിക്കുക. ഡസ് ദ വാട്ടർ ഇൻ എനി ഓഫ് ദി ടംബ്ലേഴ്സ് ടേൺ യെല്ലോ? ഇനി നിങ്ങൾ നോക്ക്, ആ ടംബ്ലറിലെ ഏതെങ്കിലും ഒരു വാട്ടറിൻ്റെ കളറ് യെല്ലോ ആയിട്ട് മാറിയോ എന്ന് നോക്കാം. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? റെക്കോർഡ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. നമ്മളിത് നമ്മുടെ സയൻസ് ഡയറിയിൽ എഴുതണം. അപ്പോൾ എന്താണ് ആൻസർ? നോക്കിയോളൂ, മെറ്റീരിയൽസ് റിക്വയർഡ്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ഗ്ലാസ് ടംബ്ലർ വേണം, പിന്നെ വിനെഗർ വേണം, ലെമൺ ജ്യൂസ് വേണം, സോൾട്ട് സൊല്യൂഷൻ വേണം, ആഷ് സസ്പെൻഷൻ വേണം, ബേക്കിംഗ് സോഡ സൊല്യൂഷൻ വേണം, പതിമുഖം വാട്ടർ വേണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. ഇനി നമ്മളിതിൻ്റെ പ്രൊസീജിയർ നോക്കണം. പ്രൊസീജിയർ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. എന്താണ് ചെയ്യാനുള്ളത്? വി ഹാവ് ടു പ്രിപ്പയർ 6 ഗ്ലാസ് ടംബ്ലേഴ്സ് വിത്ത് വിനെഗർ, ലെമൺ ജ്യൂസ്, സോൾട്ട് സൊല്യൂഷൻ, ആഷ് സസ്പെൻഷൻ ആൻഡ് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ. നമ്മൾ ഒരു 6 ഗ്ലാസ് ടംബ്ലർ എടുത്തിട്ട് ആ ഓരോ ഗ്ലാസ് ടംബ്ലറിലും ഈ പറയുന്ന കാര്യങ്ങൾ ഒഴിക്കണം. ഏതൊക്കെയാണ്? വിനെഗർ, പിന്നെ ലെമൺ ജ്യൂസ്, പിന്നെ സോൾട്ട് സൊല്യൂഷൻ, ആഷ് സസ്പെൻഷൻ, പിന്നെ ബേക്കിംഗ് സോഡ. ഇതൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിക്കണം. ആൻഡ് ദെൻ ആഡ് പതിമുഖം വാട്ടർ ടു ഈച്ച്. എന്നിട്ട് ഇത് ഓരോന്നിലും നമ്മൾ പതിമുഖത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം, പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒബ്സർവേഷൻ എന്താണ്? നമുക്ക് എന്താണ് നിരീക്ഷണം? വിനെഗർ, ടാമറിൻ വാട്ടർ ആൻഡ് ലെമൺ ജ്യൂസ് ടേൺഡ് യെല്ലോ. വിനാഗിരിയും പിന്നെ ടാമറിൻ വാട്ടർ പുളിവെള്ളവും ലെമൺ ജ്യൂസും എന്തായി മാറി? യെല്ലോ കളറായി മാറി. ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ, നിരീക്ഷണം. ഇനി ഇൻഫറൻസ് എന്താണ്? ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇതെങ്ങനെ യെല്ലോ കളറായി മാറി? അതാണ് ഇൻഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പതിമുഖം വാട്ടർ വിൽ ആക്ട് ആസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ. ഇവിടെ പതിമുഖം വെള്ളം ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ടേൺസ് അസിഡിക് സൊല്യൂഷൻസ് ഇൻറ്റു യെല്ലോ ഇൻ കളർ. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? അസിഡിക് സൊല്യൂഷൻസിനെ യെല്ലോ കളറിലോട്ട് മാറ്റുന്നു. ഇവിടുത്തെ അസിഡിക് സൊല്യൂഷൻസ് ഏതൊക്കെയാണ്? ഇവിടെ നമ്മൾ യൂസ് ചെയ്ത അസിഡിക് സൊല്യൂഷൻസ് വിനെഗറും പിന്നെ ടാമറിൻ വാട്ടറും ലെമൺ ജ്യൂസും, ഇത് 3 ഇവിടെ നമ്മൾ യൂസ് ചെയ്ത അസിഡിക് സൊല്യൂഷൻസ്. അപ്പോൾ ഈ അസിഡിക് സൊല്യൂഷൻസ് പതിമുഖം വാട്ടർ ഒഴിച്ചപ്പോൾ എന്തായി മാറി? യെല്ലോ കളറായി മാറി. അതാണ് ഇവിടുത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇഫ് വി ആഡ് പതിമുഖം വാട്ടർ ടു ദ ഫോളോയിങ് സബ്സ്റ്റൻസ്. താഴെ പറയുന്ന സബ്സ്റ്റൻസിൽ നമ്മൾ പതിമുഖം വാട്ടർ ഒഴിക്കുകയാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് വിൽ ടേൺ യെല്ലോ? താഴെ പറയുന്നതിൽ ഏതൊക്കെ സബ്സ്റ്റൻസ് യെല്ലോ കളറാവും? പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ അപ്രോപ്രിയേറ്റ് ബോക്സ്. നമ്മൾ ആ കറക്റ്റ് ബോക്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബോക്സിന് എന്ത് കൊടുക്കണം? ടിക്ക് മാർക്ക് കൊടുക്കണം. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പതിമുഖം വാട്ടർ അത് എന്തിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്?
ആസിഡിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. കാരണം അസിഡിക് സബ്സ്റ്റൻസിൽ പതിമുഖം വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ അത് യെല്ലോ കളറായിട്ട് മാറും. അപ്പോൾ അസിഡിക് സബ്സ്റ്റൻസിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് ഈ പതിമുഖം വാട്ടർ എന്ന് പറയുന്നത്. അത് മനസ്സിൽ വെച്ചേക്കാം. നോക്കിയുള്ളൂ, ഇവിടെ കൊടുത്തിട്ടുള്ള സബ്സ്റ്റൻസസ് ഇതൊക്കെയാണ്. ആഷ് സസ്പെൻഷൻ, ചാരം കലക്കിയ വെള്ളം. ലെമൺ ജ്യൂസ്, നാരങ്ങയുടെ ജ്യൂസ്, നീര്. സോൾട്ട് സൊല്യൂഷൻ, ഉപ്പ് വെള്ളം. വിനെഗർ, വിനാഗിരി. ടാമറിൻ വാട്ടർ, പുളിവെള്ളം. പിന്നെ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, അപ്പക്കാരം. ഇത്രയും ഇത്രയും സബ്സ്റ്റൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ഏതിൻ്റെയൊക്കെ കളറായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്, യെല്ലോ കളറിലോട്ട് മാറുന്നത്? ആഷ് സസ്പെൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാരം കലക്കിയ വെള്ളം എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അതിൽ കളർ ചേഞ്ച് ഉണ്ടാവില്ല. അടുത്ത ലെമൺ ജ്യൂസ് ഒരു അസിഡിക് സൊല്യൂഷനാണ്, അതിൽ കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അവിടെ ടിക്ക് കൊടുക്കുക. സോൾട്ട് സൊല്യൂഷൻ ഇല്ല, ഒരു കളർ ചേഞ്ച് ഉണ്ടാകില്ല. വിനെഗർ എന്ന് പറയുന്നത് അസറ്റിക് ആസിഡാണ്, അതൊരു അസിഡിക് സൊല്യൂഷനാണ്. അപ്പോൾ അവിടെ കളർ ചേഞ്ച് ഉണ്ടാകും. ടാമറിൻ വാട്ടർ, പുളിവെള്ളം എന്ന് പറയുന്നത് ഒരു അസിഡിക് സൊല്യൂഷനാണ്, അവിടെ കളർ ചേഞ്ച് ഉണ്ടാകും. ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, അതൊരു ആൽക്കലൈൻ വാട്ടറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കളർ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ കളർ ചേഞ്ച് ഉണ്ടായത് ഏതിനൊക്കെയാണ്? ലെമൺ ജ്യൂസിന് കളർ ചേഞ്ച് ഉണ്ടായി, വിനെഗറിന് കളർ ചേഞ്ച് ഉണ്ടായി, ടാമറിൻ വാട്ടർ, പുളിവെള്ളത്തിന് കളർ ചേഞ്ച് ഉണ്ട്. തന്നിട്ടുള്ള ലെമൺ ജ്യൂസ്, വിനെഗർ, ടാമറിൻ വാട്ടർ, ഇതിന് മൂന്നിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? ഇത് മൂന്നും അസിഡിക് സൊല്യൂഷനാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പതിമുഖം വെള്ളം അതിലൊഴിക്കുമ്പോൾ അത് യെല്ലോ കളറിലോട്ട് മാറിയത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Do the substances that turned പതിമുഖം water into yellow have anything common in their taste? ഈ പതിമുഖം വാട്ടർ യെല്ലോ കളറായ ആ സബ്സ്റ്റൻസിന് എന്തെങ്കിലും കോമൺ ടേസ്റ്റ് ഉണ്ടോ എന്ന്, എന്തെങ്കിലും കോമൺ ആയിട്ടുള്ളൊരു രുചിയുണ്ടോ അതിന്? ദേ ആൾ ഹാവ് സോർ ടേസ്റ്റ്. ഇതിനെല്ലാം എന്ത് ടേസ്റ്റാണ് ഉള്ളത്? സോർ ടേസ്റ്റ് എന്ന് വെച്ചാൽ പുളിരുചിയാണുള്ളത്. ദ സോർ ടേസ്റ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആസിഡ്സ് ഇൻ ഇറ്റ്. ഈ പുളിരുചിക്ക് കാരണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ആസിഡിൻ്റെ അംശമാണ്. ആസിഡ് ആ ഒരു സബ്സ്റ്റൻസിൽ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രസൻസ് കൊണ്ടാണ് എന്ത് വന്നേക്കുന്നത്? ഈ ഒരു സോർ ടേസ്റ്റ് അല്ലെങ്കിൽ പുളിരുചി വന്നേക്കുന്നത്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. ടേക്ക് 8 ഗ്ലാസ്, ഒരു 8 ഗ്ലാസ് എടുക്കുക. ഫിൽ ഹാഫ് പോർഷൻ ഓഫ് ഈച്ച് ഗ്ലാസ് വിത്ത് ഡിഫറെൻറ്റ് ലിക്വിഡ് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ. ഓരോ ഗ്ലാസിൻ്റെയും പകുതി പോർഷൻ താഴെ പറഞ്ഞിട്ടുള്ള ആ ലിക്വിഡ് വെച്ച് നിറയ്ക്കുക. ഓരോ ഗ്ലാസിൻ്റെയും പകുതി. ഏതൊക്കെയാണ് തന്നിട്ടുള്ള ലിക്വിഡ്? സോപ്പിൻ്റെ വാട്ടർ, ലെമൺ ജ്യൂസ്, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ഒരു ബേക്കിംഗ് സോഡ സൊല്യൂഷൻ. പിന്നെ ക്ലിയർ ലൈം വാട്ടർ, ചുണ്ണാമ്പ് വെള്ളം. ലൈം വാട്ടർ എന്ന് വെച്ചാൽ ചുണ്ണാമ്പ് വെള്ളം. പിന്നെ വിനെഗർ, വിനാഗിരി. ബട്ടർ മിൽക്ക്, മോര്. ടാമറിൻ വാട്ടർ, പുളിവെള്ളം. ക്ലിയർ ആഷ് സസ്പെൻഷൻ, തെളിഞ്ഞ ചാരം കലക്കിയ വെള്ളം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ 8 ഗ്ലാസ്സിലായിട്ട് നിറയ്ക്കുക. ടേക്ക് ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പേഴ്സ് ഫ്രം ദ സ്കൂൾ ലബോറട്ടറിയിൽ നിന്ന് ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പറും ഒരു റെഡ് ലിറ്റ്മസ് പേപ്പറും എടുക്കുക. ടിപ്പ് ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പേഴ്സ് ഇൻ ദീസ് ലിക്വിഡ്. ഈ ലിക്വിഡിൽ ഡിപ്പ് ചെയ്യുക. ഈ പറയുന്ന റെഡ് ലിറ്റ്മസ് പേപ്പറും ബ്ലൂ ലിറ്റ്മസ് പേപ്പറും ഈ പറയുന്ന ലിക്വിഡ്സിൽ ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ മുക്കുക. ടാബ്ലറ്റ് യുവർ ഒബ്സർവേഷൻസ് ഇൻ സയൻസ് ഡയറി. നിങ്ങളുടെ ഒബ്സർവേഷൻ എന്താണോ അത് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ആൻസർ നോക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ്. ഇവിടെ ആവശ്യമുള്ള, നമ്മൾ ഈ സയൻസ് ഡയറിയിൽ എക്സ്പെരിമെൻ്റായിട്ട് എഴുതണം. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത് കേട്ടോ. മെറ്റീരിയൽസ് റിക്വയർഡ്, പ്രൊസീജിയർ, അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്നത് കേട്ടോ. ആവശ്യമുള്ളവർക്ക് അതങ്ങനെ യൂസ് ചെയ്യുക, അല്ലാത്തവർക്ക് ഇതിൽ നിന്നുള്ള പോയിന്റ് മാത്രം പറക്കിയെടുത്ത് ഉപയോഗിക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ്. ഇവിടെ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഗ്ലാസ് ടംബ്ലർ വേണം. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? സോപ്പ് വാട്ടർ, ലെമൺ ജ്യൂസ്, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ക്ലിയർ ലൈം വാട്ടർ, വിനെഗർ, ബട്ടർ മിൽക്ക്, ടാമറിൻ വാട്ടർ, ക്ലിയർ ആഷ് സസ്പെൻഷൻ. പിന്നെ റെഡ് ആൻഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, റെഡ് ലിറ്റ്മസ് പേപ്പറും ബ്ലൂ ലിറ്റ്മസ് പേപ്പറും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളത്. പ്ലേസ് ഗ്ലാസ് ടംബ്ലേഴ്സ് ഓൺ ദ ഡെസ്ക്. ഒരു ഡെസ്ക് എടുത്ത് അതിൻ്റെ അകത്ത് ഈ ഗ്ലാസ് ടംബ്ലർ വയ്ക്കുക. ഫിൽ എ ഹാഫ് പോർഷൻ ഓഫ് ഈച്ച് ഗ്ലാസ് വിത്ത് ഡിഫറെൻറ്റ് ലിക്വിഡ്. ഈ ഗ്ലാസ് ടംബ്ലറിൻ്റെ പകുതി ഭാഗത്ത് ഈ ഓരോ ലിക്വിഡായിട്ട് ഒഴിക്കുക. ടേക്ക് ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ. ബ്ലൂ ലിറ്റ്മസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറും എടുക്കുക. ഡിപ്പ് ബ്ലൂ ആൻഡ് ലിറ്റ്മസ് പേപ്പേഴ്സ് ഇൻ ദീസ് ലിക്വിഡ്സ്. ഈ ലിക്വിഡിൽ ഡിപ്പ് ചെയ്യുക. ഈ പറയുന്ന ബ്ലൂ ലിറ്റ്മസ് പേപ്പറും പിന്നെ റെഡ് ലിറ്റ്മസ് പേപ്പറും. അടുത്തത് ഒബ്സർവേഷൻ എന്താണ് എന്നുള്ളത് നമ്മളിത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ലിക്വിഡ്സ്? സോപ്പ് വാട്ടർ, ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് ഒരു കളർ ചേഞ്ചും ഇല്ല. റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായി മാറി? ബ്ലൂ കളറായി മാറി ആണല്ലോ. അടുത്ത ലെമൺ ജ്യൂസിൽ നമ്മൾ മുക്കുകയാണ്. അപ്പോൾ ടേൺസ് റെഡ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡായി മാറി ലെമൺ ജ്യൂസിൽ മുക്കുമ്പോൾ. റെഡ് ലിറ്റ്മസ് പേപ്പറിന് ഒരു ചേഞ്ചും ഇല്ല, റെഡായിട്ട് തന്നെ ഇരിക്കുവാണ്. അടുത്ത ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷനിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നോ ചേഞ്ച്,
റെഡ് ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ ടേൺസ് ബ്ലൂ. അടുത്ത ക്ലിയർ ലൈം വാട്ടർ ആണെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നോ ചേഞ്ച്, റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളറായി. അടുത്ത വിനെഗറിൽ മുക്കുമ്പോൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡായി മാറുന്നു, റെഡ് ലിറ്റ്മസ് പേപ്പറിന് ഒരു ചേഞ്ചും ഇല്ല. ബട്ടർ മിൽക്കിൽ മുക്കുമ്പോൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡായി മാറുന്നു, റെഡ് ലിറ്റ്മസ് പേപ്പറിന് ഒരു ചേഞ്ചും ഇല്ല. അടുത്ത ടാമറിൻ വാട്ടറിൽ മുക്കുമ്പോൾ അത് ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡായി മാറുന്നു, റെഡ് ലിറ്റ്മസ് പേപ്പർ ഒരു ചേഞ്ചും ഇല്ല. ക്ലിയർ ആഷ് സസ്പെൻഷൻ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നോ ചേഞ്ച്, റെഡ് ലിറ്റ്മസ് പേപ്പർ ടേൺസ് ബ്ലൂ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആസിഡിക് സൊല്യൂഷനും ബേസിക് സൊല്യൂഷൻസും ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ താഴെ തന്നിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലേ, തന്നിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ലിക്വിഡ്സ് ഏതൊക്കെയാണ് ആസിഡ് ഏതൊക്കെയാണ് ആൽക്കലി എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ നോക്കിയുള്ളൂ, സോപ്പ് വാട്ടർ. സോപ്പ് എന്ന് പറയുന്നത് ഒരു ആൽക്കലിയാണ്. സോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൽക്കലിയാണ്, അത് മനസ്സിലാക്കുക. ലെമൺ ജ്യൂസ്, നാരങ്ങ നീര് അല്ലേ, നാരങ്ങ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ആസിഡിക് സബ്സ്റ്റൻസ് ആണ്, അസിഡിക്. അടുത്തത് ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ. ഈ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആൽക്കലൈൻ. ഇനി ലൈം വാട്ടർ, അതും എന്താണ്? ഒരു ആൽക്കലൈൻ നേച്ചറാണ്. പിന്നെ വിനെഗർ എന്ന് പറയുന്നത് അസിഡിക് സബ്സ്റ്റൻസ് ആണ്. ബട്ടർ മിൽക്ക്, അതും അസിഡിക് സബ്സ്റ്റൻസ് ആണ്. ടാമറിൻ വാട്ടർ, പുളിവെള്ളം, അതും അസിഡിക് സബ്സ്റ്റൻസ് ആണ്. ക്ലിയർ ആഷ് സസ്പെൻഷൻ, അതെന്താണ്? അത് ഒരു ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആണ്. അതായത് നമുക്ക് പുളി രുചിയുള്ളതൊക്കെ എന്താണ്? ആസിഡിക് സബ്സ്റ്റൻസ് ആണ്. ഇവിടെ നോക്ക്, ലെമൺ ജ്യൂസ് പുളിപ്പല്ലേ, അപ്പോൾ അത് അസിഡിക് ആണ്. അതുപോലെ വിനാഗിരി, നിങ്ങളുടെ വീട്ടിൽ വിനാഗിരിയൊക്കെ നമ്മൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങാറില്ലേ, അച്ചാറൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അത് പുളി രുചിയല്ലേ വിനാഗിരിന്. പിന്നെ ബട്ടർ മിൽക്ക്, മോര് വെള്ളത്തിന് പുളി രുചിയല്ലേ. അതുപോലെ ടാമറിൻ വാട്ടർ, പുളിക്ക് പുളി രുചിയല്ലേ. അപ്പോൾ പുളി രുചിയുള്ളതെല്ലാം എന്താണ്? ആസിഡാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ആൽക്കലിയാണ്. അപ്പോൾ ഇവിടെ ഈ ആൽക്കലീൻ സബ്സ്റ്റൻസിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയി മാറുന്നു. പക്ഷേ അസിഡിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ അവിടെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡായിട്ടാണ് മാറുന്നത്. നമുക്ക് ആസിഡ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊരു പേടി സ്വപ്നമാണ് അല്ലേ, പേടിയാണ്. അപ്പോൾ അതെന്താണ്? അത് ഡേഞ്ചർ എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ട് നമുക്ക് കാണിക്കാം അല്ലേ. ആസിഡ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ്. അപ്പോൾ ഡേഞ്ചർ ആയിട്ടുള്ള സാധനത്തിൽ മുക്കുമ്പോൾ റെഡ് കളർ ആവും എന്ന് ആലോചിച്ചാൽ മതി. ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണെങ്കിൽ അവിടെ മുക്കുമ്പോൾ എന്തായി മാറും? റെഡാവും. അപ്പോൾ എന്താണ്? ബ്ലൂ ലിറ്റ്മസ് റെഡായി മാറും. മനസ്സിലായോ? അപ്പോൾ ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് ആസിഡാണ്. ആസിഡിൽ ബ്ലൂ ലിറ്റ്മസ് മുക്കുമ്പോൾ അതെന്തായി മാറും? റെഡായി മാറും അല്ലേ. ആസിഡ് സൊല്യൂഷനിൽ നമ്മൾ ലിറ്റ്മസ് പേപ്പർ മുക്കുമ്പോൾ അതെന്തായി മാറും? റെഡായി മാറും. മറ്റേതാണെങ്കിൽ ബ്ലൂ ആണ്. അങ്ങനെ ആലോചിച്ച് വെച്ചേക്കാം. ഇനി ഇതിൻ്റെ ഇൻഫറൻസ് ആണ്. എന്താണ് ഇൻഫറൻസ്? ലെമൺ ജ്യൂസ്, വിനെഗർ, ബട്ടർ മിൽക്ക് ആൻഡ് ടാമറിൻ വാട്ടർ ടേൺഡ് ബ്ലൂ ലിറ്റ്മസ് റെഡ് ആൻഡ് ഡിഡ് നോട്ട് ചേഞ്ച് റെഡ് ലിറ്റ്മസ് പേപ്പർ. അതായത് ലെമൺ ജ്യൂസ്, വിനെഗർ, ബട്ടർ മിൽക്ക്, ടാമറിൻ വാട്ടർ ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്നു. പക്ഷേ റെഡ് ലിറ്റ്മസ് പേപ്പറിൽ ഒരു ചേഞ്ചും ഉണ്ടാക്കുന്നില്ല, അത് റെഡായിട്ട് തന്നെ ഇരിക്കും. ഇനി അതെന്താണ്? അത് അസിഡിക് സൊല്യൂഷനാണ്. ഇനി സോപ്പ് വാട്ടർ, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ക്ലിയർ ലൈം വാട്ടർ ആൻഡ് ക്ലിയർ ആഷ് സസ്പെൻഷൻ ടേൺഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആൻഡ് ഡിഡ് നോട്ട് ചേഞ്ച് ദ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. ഈ പറയുന്ന സോപ്പാണെങ്കിലും ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ആണെങ്കിലും ലൈം വാട്ടർ ആണെങ്കിലും ആഷ് സസ്പെൻഷൻ ആണെങ്കിലും അത് ടേൺഡ് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കി മാറ്റുന്നു. എന്നാൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ അത് യാതൊരുവിധ ചേഞ്ചും ഉണ്ടാക്കുന്നില്ല. ഇവിടെ ആ സെൻറ്റൻസിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. വി ക്യാൻ യൂസ് എന്ന് വേണ്ട. റെഡ് ആൻഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ അസിഡിക് ഓർ ബേസിക് നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ അസിഡിക് നേച്ചർ, അത് അസിഡിക് സ്വഭാവമുള്ളതാണോ അല്ലെങ്കിൽ ബേസിക് നേച്ചർ അല്ലെങ്കിൽ ബേസിക് സ്വഭാവമുള്ളതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡ് ലിറ്റ്മസ് പേപ്പേഴ്സും ബ്ലൂ ലിറ്റ്മസ് പേപ്പറും യൂസ് ചെയ്യാം. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനെ, വിച്ച് ലിക്വിഡ്സ് ടേൺഡ് ബ്ലൂ ലിറ്റ്മസ് ഇൻറ്റു റെഡ്? ഏതൊക്കെ ലിക്വിഡ്സ് ആണ് ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്നത്? അവിടെ നമുക്ക് മൊത്തത്തിലാണെങ്കിൽ അസിഡിക് സൊല്യൂഷൻസ് എന്ന് പറയാം. അസിഡിക് സൊല്യൂഷൻസ് ആണ് ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നത്? റെഡാക്കി മാറ്റുന്നത്. ആസിഡ് എന്ന് വെച്ചാൽ ഡേഞ്ചറാണ്. അപ്പോൾ എപ്പോഴും അതെന്തായി മാറും? റെഡായി മാറും. അപ്പോൾ എന്നിട്ട് ഈ മുകളിൽ പറഞ്ഞിട്ടുള്ളതിൽ ഏതൊക്കെ സൊല്യൂഷൻസ് ആണ് ആക്കിയതെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ലെമൺ ജ്യൂസ്, വിനെഗർ, ബട്ടർ മിൽക്ക്, ടാമറിൻ വാട്ടർ. ഓക്കെ ആണല്ലോ. ഇനി വിച്ച് ലിക്വിഡ്സ് ടേൺഡ് റെഡ് ലിറ്റ്മസ് ഇൻറ്റു ബ്ലൂ? ഏതൊക്കെ ലിക്വിഡ്സ് ആണ് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കി മാറ്റുന്നത്?
നോർമലായിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴും റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നത് ബേസിക് നേച്ചറുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആൽക്കലിയാണ്. ആൽക്കലികൾ അല്ലേ, ആൽക്കലൈൻ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ബേസാണ് എന്താക്കി മാറ്റുന്നത്, റെഡിനെ ബ്ലൂ ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത ആൽക്കലീസ് ഏതൊക്കെയാണ്? സോപ്പ് വാട്ടർ ഉണ്ട്, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ക്ലിയർ ലൈം വാട്ടർ ആൻഡ് ക്ലിയർ ആഷ് സസ്പെൻഷൻ. സോപ്പ് വാട്ടർ അറിയാലോ, സോപ്പ് വെള്ളം. പിന്നെ ക്ലിയർ ബേക്കിംഗ് സോഡ അപ്പക്കാരത്തിൻ്റെ ലായനി, പിന്നെ ക്ലിയർ ലൈം വാട്ടർ ചുണ്ണാമ്പ് ലായനി, പിന്നെ ക്ലിയർ ആഷ് സസ്പെൻഷൻ ചാരം കലക്കിയ വെള്ളം. ഇതൊക്കെയാണ് ഏത് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നത്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡ് എന്താണ്, ബേസ് എന്താണെന്ന്. ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻറ്റു റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ ഡേഞ്ചർ ആയിട്ടുള്ള റെഡ് ആക്കി മാറ്റുന്നതാണ് ആസിഡ്. ആസിഡ് എന്ന് പറയുമ്പോൾ ഡേഞ്ചർ ആണ്. അപ്പോൾ ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നു, ഡേഞ്ചർ ആയിട്ടുള്ള റെഡ് ആക്കി മാറ്റുന്നു. ഇനി ആൽക്കലി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബേസ് എന്ന് പറഞ്ഞാൽ ബേസസ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ റെഡ് ലിറ്റ്മസ് ഇൻറ്റു ബ്ലൂ അല്ലേ, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നതാണ് ബേസസ്. മനസ്സിലായോ? അപ്പോൾ ആസിഡ് എന്താക്കി മാറ്റുന്നു, എന്തിനെ എന്താക്കി മാറ്റുന്നു, ബ്ലൂവിനെ റെഡാക്കി മാറ്റുന്നു. ബേസ് ആണെങ്കിൽ റെഡിനെ ബ്ലൂ ആക്കി മാറ്റുന്നു. ഓർത്ത് വച്ചേക്കുക കേട്ടോ. ഇനി ഡിഫൈൻ ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ ആസിഡ് ആൻഡ് ബേസ് ബൈ ചേഞ്ചിങ് ദെയർ കളർ. ലിറ്റ്മസ് പേപ്പർ ഈസ് ആൻ ഇൻഡിക്കേറ്റർ. അതായത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസ്, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ആണ്, ദാറ്റ് ഹെൽപ്പ്, അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ടു ഐഡൻറ്റിഫൈ ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്? ബൈ ചേഞ്ചിങ് ദെയർ കളർ. ആസിഡ് ആണെങ്കിൽ ആസിഡിൽ കളർ ചേഞ്ച് ഉണ്ടാകുന്നു, ബേസിലാണെങ്കിൽ ബേസിൽ കളർ ചേഞ്ച് വരുത്തിയാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആസിഡിക് സബ്സ്റ്റൻസ് ആണോ അല്ലെങ്കിൽ ബേസിക് സബ്സ്റ്റൻസ് ആണോ എന്ന് മനസ്സിലാക്കി തരുന്നത്. ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്ററാണ്. ഓക്കെ ആണല്ലോ. അടുത്ത വേറെ ഏതൊക്കെ ഇൻഡിക്കേറ്റർ അറിയാം? നമ്മൾ നേരത്തെ മുകളിൽ 2-3 പിന്നെ എന്താണ് ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തില്ലായിരുന്ന, അപ്പോൾ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പേര് പറഞ്ഞല്ലോ, ഏതാ? പതിമുഖം വെള്ളം. അതും ഒരു ഇൻഡിക്കേറ്ററാണ് കേട്ടോ. ഏതിൻ്റെ ഇൻഡിക്കേറ്റർ? ബേസിൻ്റെ ആണോ ആസിഡിൻ്റെ ഇൻഡിക്കേറ്റർ ആണോ അത്? ആസിഡിലാണ് നമ്മൾ അത് ഒഴിച്ചപ്പോൾ കളർ ചേഞ്ച് ഉണ്ടായത്, അപ്പോൾ അത് ആസിഡിൻ്റെ ഇൻഡിക്കേറ്ററാണ്. അടുത്ത 8ാമത്തെ ക്വസ്റ്റിനെ, റൈറ്റ് ദ നെയിം ഓഫ് അതർ ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ലബോറട്ടറീസ്. നമ്മൾ ലബോറട്ടറീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഫിനോൾഫ്തലിൻ ആൻഡ് മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ചും ഫിനോൾഫ്തലിനുമാണ് നമ്മൾ സാധാരണ ഈ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന, ലബോറട്ടറീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ +2 ആകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫിനോൾഫ്തലിനും മീഥൈൽ ഓറഞ്ചും വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും, നല്ല ഭംഗിയാണ് അങ്ങനെ കളർ ചേഞ്ച് ഉണ്ടാവുന്നത് കാണാൻ വേണ്ടിയിട്ട്. അടുത്ത 9ാമത്തെ ക്വസ്റ്റിനെ, observe the change in color when 2 or 3 drops of phenolphthalein are added to various acids and bases. Similarly, add 2 or 3 drops of methyl orange in acids and bases and observe the change, tabulate the color change. അതായത് നമ്മൾ കുറച്ച് സബ്സ്റ്റൻസ് എടുക്കാം, ലിക്വിഡ് എടുക്കാം, എന്നിട്ട് അതിൻ്റെ അകത്ത് 1-2-3 തുള്ളി ഫിനോൾഫ്തലിൻ ഒഴിക്കുക, 2-3 തുള്ളി മീഥൈൽ ഓറഞ്ച് എടുക്കുക. നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ് ഒന്നിൽ ആസിഡിക് സബ്സ്റ്റൻസ് ആയിരിക്കും അല്ലെങ്കിൽ ബേസിക് സബ്സ്റ്റൻസ് ആയിരിക്കും. എന്നിട്ട് ഈ ഫിനോൾഫ്തലിന് മീഥൈൽ ഓറഞ്ചൊക്കെ ഒഴിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കളർ ചേഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബോക്സിൽ. ഇവിടെ നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ് ലിക്വിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ലിക്വിഡ്സ് ആണ്. ഒന്നാമത്തത് സോപ്പ് വാട്ടർ. എന്താണ് സോപ്പ് വാട്ടർ? ബേസ് ആണോ അതോ ആസിഡ് ആണോ? പറ. സോപ്പ് വാട്ടർ എന്താണ്? ബേസ് ആണ് അല്ലേ, ബേസിക് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ സോപ്പ് വാട്ടറിൽ നമ്മൾ ഫിനോൾഫ്തലിൻ ഒഴിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന കളറ് പിങ്ക്, മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന കളറ് യെല്ലോ. ഇനി ലെമൺ ജ്യൂസ് ആസിഡ് ആണോ അതോ ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആണോ? ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ആസിഡിക് സബ്സ്റ്റൻസ് ആണ്. അവിടെ ഫിനോൾഫ്തലിൻ ഒഴിക്കുമ്പോൾ കളർലെസ്, ഒരു കളറും ഉണ്ടാവില്ല. മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ അവിടെ റെഡ് കളർ ഉണ്ടാകുന്നു. മനസ്സിലായോ? ഇനി ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ. ബേക്കിംഗ് സോഡ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആണ്. അവിടെ ഫിനോൾഫ്തലിൻ ഒഴിക്കുമ്പോൾ സോപ്പ് വാട്ടർ പോലെയുള്ള ഒരു ബേസ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആണ് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ. അപ്പോൾ രണ്ടിനും ഒരേ കളറാണ് പറഞ്ഞത്. ഫിനോൾഫ്തലിൻ ഒഴിക്കുമ്പോൾ പിങ്ക് കളർ തന്നെ വരുന്നു, മീഥൈൽ ഓറഞ്ചിൽ ഒഴിക്കുമ്പോൾ യെല്ലോ കളർ തന്നെ വരുന്നു. കണ്ടോ? അപ്പോൾ ആൽക്കലൈൻ സബ്സ്റ്റൻസിൽ ഫിനോൾഫ്തലിൻ ഒഴിക്കുമ്പോൾ ഒരേ കളർ തന്നെ കിട്ടുന്നു, മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ ഒരേ കളർ തന്നെ കിട്ടുന്നു. അസിഡിക് ആകുമ്പോൾ അത് വേറെ കളറാവുന്നു കേട്ടോ. അപ്പോൾ അത് ആലോചിച്ചിരിക്കണം. സോപ്പ് വാട്ടർ, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ഇത് രണ്ടും എന്താണ്?
ഒരു ആൽക്കലിയാണ് അല്ലെങ്കിൽ ഒരു ബേസാണ്. അപ്പോൾ അതിന് ഫിനോൾഫ്തലിൽ പിങ്ക് കളറും മീഥൈൽ ഓറഞ്ചിൽ യെല്ലോ കളറുമാണ്. ഇനി ഇതിലേതാണ്? ക്ലിയർ ലൈം വാട്ടർ ചുണ്ണാമ്പ് വെള്ളം ആൽക്കലിയാണ് അല്ലേ, അല്ലെങ്കിൽ ബേസാണ്. അപ്പോൾ ആൽക്കലി എന്ന് പറഞ്ഞാലും ബേസ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ കേട്ടോ, ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നിങ്ങളിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, വലിയ ക്ലാസ്സിലാകുമ്പോൾ പഠിക്കാം. അപ്പോൾ ക്ലിയർ ലൈം വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൽക്കലി സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ബേസാണ്. അപ്പോൾ അവിടെ ഫിനോൾഫ്തലിൻ്റെ കളർ എന്താണ്? പിങ്ക്. മീഥൈൽ ഓറഞ്ചിന് അവിടെ കളർ എന്താണ്? യെല്ലോ. അതുപോലെ ഇനി ഏതുണ്ട് ഇതിൽ? ക്ലിയർ ആഷ് സസ്പെൻഷൻ അല്ലേ, മറ്റേ ചാരം കലക്കിയ വെള്ളം ലാസ്റ്റ് കിടപ്പുണ്ട് കണ്ടോ. അപ്പോൾ അവിടെ ഫിനോൾഫ്തലിന് ഒഴിക്കുമ്പോൾ പിങ്ക് കളർ കിട്ടുന്നു, മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ എന്താണ്? യെല്ലോ കളർ കിട്ടുന്നു. അപ്പോൾ ബേസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഏതൊക്കെയാണോ, ഇവിടെ ഏതൊക്കെയാണ് ബേസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്? സോപ്പ് വാട്ടർ, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ക്ലിയർ ലൈം വാട്ടർ, പിന്നെ ക്ലിയർ ആഷ് സസ്പെൻഷൻ. ഇങ്ങനെ 4 ഉണ്ട്. ഈ 4 ഫിനോൾഫ്തലിൻ്റെ കളറ് പിങ്ക്. ഈ 4 അതായത് ബേസിൽ ഫിനോൾഫ്തലിൻ്റെ ഇൻഡിക്കേറ്ററായ ഫിനോൾഫ്തലിൻ്റെ കളർ പിങ്ക്. മീഥൈൽ ഓറഞ്ച് ആണെങ്കിലോ യെല്ലോ. മീഥൈൽ ഓറഞ്ചിന് യെല്ലോ കളർ. ഓക്കെ ആണല്ലോ. ഇനി ആസിഡിക് സബ്സ്റ്റൻസസ്. ഇതിലേതൊക്കെയാണ് ആസിഡിക് സബ്സ്റ്റൻസസ്? ലെമൺ ജ്യൂസ്, അതുപോലെ വിനെഗർ, ബട്ടർ മിൽക്ക്, ടാമറിൻ വാട്ടർ. ഏതൊക്കെയാണ്? ലെമൺ ജ്യൂസ്, വിനെഗർ, ബട്ടർ മിൽക്ക്, ടാമറിൻ വാട്ടർ. ഇതിനെല്ലാത്തിനും ഫിനോൾഫ്തലിന് ഒഴിക്കുമ്പോൾ കളർലെസ്, ഒരു കളറും ഇല്ല. അതിൻ്റെ കളർ എന്താണോ, ലെമൺ ജ്യൂസിൻ്റെ നേരത്തെയുള്ള കളർ എന്താണോ അതേ കളർ തന്നെ അല്ലേ, കളർലെസ് ആയിരിക്കും ഫിനോൾഫ്തലിന് ഒഴിക്കുമ്പോൾ. മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ റെഡ് കളറായിട്ട് മാറും. മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ റെഡ് കളറായിട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ അസിഡിക് സൊല്യൂഷനിൽ ഫിനോൾഫ്തലിൻ്റെ കളർ എന്തുവാണ്? അസിഡിക് സൊല്യൂഷനിൽ ഫിനോൾഫ്തലിൻ്റെ കളറ് കളർലെസ്. ഇനി ബേസിക് സൊല്യൂഷനിൽ മീഥൈൽ ഓറഞ്ചിൻ്റെ കളറ് യെല്ലോ. അസിഡിക് സൊല്യൂഷനിൽ മീഥൈൽ ഓറഞ്ചിൻ്റെ കളറ് റെഡ്. ബേസിക് സൊല്യൂഷനിൽ ഫിനോൾഫ്തലിൻ്റെ കളറ് പിങ്ക്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഈ ബോക്സിൽ നിന്ന് കേട്ടോ. ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്തത്, വിച്ച് സബ്സ്റ്റൻസസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ആസിഡ്? ആസിഡിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് ഏതൊക്കെ സബ്സ്റ്റൻസ് യൂസ് ചെയ്യാമെന്ന്? മീഥൈൽ ഓറഞ്ചും പിന്നെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും. ഏതൊക്കെയാണ്? മീഥൈൽ ഓറഞ്ച് നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും നമുക്ക് ആസിഡിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യാം. വിച്ച് ലിക്വിഡ്സ് ടേൺഡ് റെഡ് ലിറ്റ്മസ് ഇൻറ്റു ബ്ലൂ? ഏതൊക്കെ ലിക്വിഡ്സ് ആണ് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കി മാറ്റുന്നത്? നോർമലായിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴും റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നത് ബേസിക് നേച്ചറുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആൽക്കലിയാണ്. ആൽക്കലികൾ അല്ലേ, ആൽക്കലൈൻ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ബേസാണ് എന്താക്കി മാറ്റുന്നത്? റെഡിനെ ബ്ലൂ ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത ആൽക്കലീസ് ഏതൊക്കെയാണ്? സോപ്പ് വാട്ടർ ഉണ്ട്, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ക്ലിയർ ലൈം വാട്ടർ ആൻഡ് ക്ലിയർ ആഷ് സസ്പെൻഷൻ. സോപ്പ് വാട്ടർ അറിയാലോ, സോപ്പ് വെള്ളം. പിന്നെ ക്ലിയർ ബേക്കിംഗ് സോഡ അപ്പക്കാരത്തിൻ്റെ ലായനി, പിന്നെ ക്ലിയർ ലൈം വാട്ടർ ചുണ്ണാമ്പ് ലായനി, പിന്നെ ക്ലിയർ ആഷ് സസ്പെൻഷൻ ചാരം കലക്കിയ വെള്ളം. ഇതൊക്കെയാണ് ഏത് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നത്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡ് എന്താണ്, ബേസ് എന്താണെന്ന്. ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻറ്റു റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ ഡേഞ്ചർ ആയിട്ടുള്ള റെഡ് ആക്കി മാറ്റുന്നതാണ് ആസിഡ്. ആസിഡ് എന്ന് പറയുമ്പോൾ ഡേഞ്ചർ ആണ്. അപ്പോൾ ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നു? ഡേഞ്ചർ ആയിട്ടുള്ള റെഡ് ആക്കി മാറ്റുന്നു. ഇനി ആൽക്കലി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബേസ് എന്ന് പറഞ്ഞാൽ ബേസസ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ റെഡ് ലിറ്റ്മസ് ഇൻറ്റു ബ്ലൂ അല്ലേ, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നതാണ് ബേസസ്. മനസ്സിലായോ? അപ്പോൾ ആസിഡ് എന്താക്കി മാറ്റുന്നു? എന്തിനെ എന്താക്കി മാറ്റുന്നു? ബ്ലൂവിനെ റെഡാക്കി മാറ്റുന്നു. ബേസ് ആണെങ്കിൽ റെഡിനെ ബ്ലൂ ആക്കി മാറ്റുന്നു. ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി ഡിഫൈൻ ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ ആസിഡ് ആൻഡ് ബേസ് ബൈ ചേഞ്ചിങ് ദെയർ കളർ. ലിറ്റ്മസ് പേപ്പർ ഈസ് ആൻ ഇൻഡിക്കേറ്റർ. അതായത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസ്, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ആണ്, ദാറ്റ് ഹെൽപ്പ്, അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ടു ഐഡൻറ്റിഫൈ ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്? ബൈ ചേഞ്ചിങ് ദെയർ കളർ. ആസിഡ് ആണെങ്കിൽ ആസിഡിൽ കളർ ചേഞ്ച് ഉണ്ടാകുന്നു, ബേസിലാണെങ്കിൽ ബേസിൽ കളർ ചേഞ്ച് വരുത്തിയാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആസിഡിക് സബ്സ്റ്റൻസ് ആണോ അല്ലെങ്കിൽ ബേസിക് സബ്സ്റ്റൻസ് ആണോ എന്ന് മനസ്സിലാക്കി തരുന്നത്. ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്ററാണ്. ഓക്കെ ആണല്ലോ. അടുത്ത വേറെ ഏതൊക്കെ ഇൻഡിക്കേറ്റർ അറിയാം? നമ്മൾ നേരത്തെ മുകളിൽ 2-3 പിന്നെ എന്താണ് ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തില്ലായിരുന്ന? അപ്പോൾ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പേര് പറഞ്ഞല്ലോ, ഏതാ? പതിമുഖം വെള്ളം. അതും ഒരു ഇൻഡിക്കേറ്ററാണ് കേട്ടോ. ഏതിൻ്റെ ഇൻഡിക്കേറ്റർ? ബേസിൻ്റെ ആണോ ആസിഡിൻ്റെ ഇൻഡിക്കേറ്റർ ആണോ? അത്
ആസിഡിലാണ് നമ്മൾ അതൊഴിച്ചപ്പോൾ കളർ ചേഞ്ച് ഉണ്ടായത്. അപ്പോൾ അത് ആസിഡിൻ്റെ ഇൻഡിക്കേറ്ററാണ്. അടുത്ത 8ാമത്തെ ക്വസ്റ്റിനെ, റൈറ്റ് ദ നെയിം ഓഫ് അതർ ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ലബോറട്ടറീസ്. നമ്മൾ ലബോറട്ടറീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഫിനോൾഫ്തലിൻ ആൻഡ് മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ചും ഫിനോൾഫ്തലിനുമാണ് നമ്മൾ സാധാരണ ഈ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന, ലബോറട്ടറീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ +2 ആകുമ്പോൾ 10 ചിലപ്പോൾ ഉണ്ടാവും, എനിക്കറിയില്ല കറക്റ്റായിട്ട്. +2 എന്തായാലും നിങ്ങൾക്ക് ഫിനോൾഫ്തലിനും മീഥൈൽ ഓറഞ്ചും വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ല ഭംഗിയാണ് അങ്ങനെ കളർ ചേഞ്ച് ഉണ്ടാവുന്നത് കാണാൻ വേണ്ടിയിട്ട്. അടുത്ത 9ാമത്തെ ക്വസ്റ്റിനെ, ഒബ്സർവ് ദ ചേഞ്ച് ഇൻ കളർ വെൻ 2 or 3 drops of phenolphthalein are added to various acids and bases. Similarly, add 2 or 3 drops of methyl orange in acids and bases and observe the change, tabulate the color change. അതായത് നമ്മൾ കുറച്ച് സബ്സ്റ്റൻസ് എടുക്കുക, ലിക്വിഡ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് 1-2-3 തുള്ളി ഫിനോൾഫ്തലിൻ ഒഴിക്കുക, 2-3 തുള്ളി മീഥൈൽ ഓറഞ്ച് എടുക്കുക. നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ് ഒന്നുകിൽ ആസിഡിക് സബ്സ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ബേസിക് സബ്സ്റ്റൻസ് ആയിരിക്കും. എന്നിട്ട് ഈ ഫിനോൾഫ്തലിന് മീഥൈൽ ഓറഞ്ചൊക്കെ ഒഴിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കളർ ചേഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബോക്സിൽ. ഇവിടെ നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ് ലിക്വിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ലിക്വിഡ്സ് ആണ്. ഒന്നാമത്തത് സോപ്പ് വാട്ടർ. എന്താണ് സോപ്പ് വാട്ടർ? ബേസ് ആണോ അതോ ആസിഡ് ആണോ? പറ. സോപ്പ് വാട്ടർ എന്താണ്? ബേസ് ആണ് അല്ലേ, ബേസിക് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ സോപ്പ് വാട്ടറിൽ നമ്മൾ ഫിനോൾഫ്തലിൻ ഒഴിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന കളറ് പിങ്ക്, മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന കളറ് യെല്ലോ. ഇനി ലെമൺ ജ്യൂസ് ആസിഡാണോ അതോ ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആണോ? ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ആസിഡിക് സബ്സ്റ്റൻസ് ആണ്. അവിടെ ഫിനോൾഫ്തലിൻ ഒഴിക്കുമ്പോൾ കളർലെസ്, ഒരു കളറും ഉണ്ടാവില്ല. മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ അവിടെ റെഡ് കളർ ഉണ്ടാകുന്നു. മനസ്സിലായോ? ഇനി ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ. ബേക്കിംഗ് സോഡ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആണ്. അവിടെ ഫിനോൾഫ്തലിൻ ഒഴിക്കുമ്പോൾ സോപ്പ് വാട്ടർ പോലെയുള്ള ഒരു ബേസ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആണ് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ. അപ്പോൾ രണ്ടിനും ഒരേ കളറാണ് വരുന്നത്. ഫിനോൾഫ്തലിൻ ഒഴിക്കുമ്പോൾ പിങ്ക് കളർ തന്നെ വരുന്നു, മീഥൈൽ ഓറഞ്ചിൽ ഒഴിക്കുമ്പോൾ യെല്ലോ കളർ തന്നെ വരുന്നു. കണ്ടോ? അപ്പോൾ ആൽക്കലൈൻ സബ്സ്റ്റൻസിൽ ഫിനോൾഫ്തലിൻ ഒഴിക്കുമ്പോൾ ഒരേ കളർ തന്നെ കിട്ടുന്നു, മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ ഒരേ കളർ തന്നെ കിട്ടുന്നു. അസിഡിക് ആകുമ്പോൾ അത് വേറെ കളറാവുന്നു കേട്ടോ. അപ്പോൾ അത് ആലോചിച്ചിരിക്കണം. സോപ്പ് വാട്ടർ, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ഇത് രണ്ടും എന്താണ്? ഒരു ആൽക്കലിയാണ് അല്ലെങ്കിൽ ഒരു ബേസ് ആണ്. അപ്പോൾ അതിന് ഫിനോൾഫ്തലിൽ പിങ്ക് കളറും മീഥൈൽ ഓറഞ്ചിൽ യെല്ലോ കളറുമാണ്. ഇനി ഇതിലേതാണ്? ക്ലിയർ ലൈം വാട്ടർ. ലൈം വാട്ടർ, ചുണ്ണാമ്പ് വെള്ളം, ആൽക്കലിയാണ് അല്ലേ, അല്ലെങ്കിൽ ബേസ് ആണ്. അപ്പോൾ ആൽക്കലി എന്ന് പറഞ്ഞാലും ബേസ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ കേട്ടോ, ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നിങ്ങളിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, വലിയ ക്ലാസ്സിലാകുമ്പോൾ പഠിക്കാം. അപ്പോൾ ക്ലിയർ ലൈം വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൽക്കലി സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ബേസ് ആണ്. അപ്പോൾ അവിടെ ഫിനോൾഫ്തലിൻ്റെ കളർ എന്താണ്? പിങ്ക്. മീഥൈൽ ഓറഞ്ചിൻ്റെ അവിടെ കളർ എന്താണ്? യെല്ലോ. അതുപോലെ ഇനി ഏതുണ്ട് ഇതിൽ? ക്ലിയർ ആഷ് സസ്പെൻഷൻ അല്ലേ, മറ്റേ ചാരം കലക്കിയ വെള്ളം ലാസ്റ്റ് കിടപ്പുണ്ട് കണ്ടോ. അപ്പോൾ അവിടെ ഫിനോൾഫ്തലിൻ ഒഴിക്കുമ്പോൾ പിങ്ക് കളർ കിട്ടുന്നു, മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ യെല്ലോ കളർ കിട്ടുന്നു. അപ്പോൾ ബേസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഏതൊക്കെയാണോ, ഇവിടെ ഏതൊക്കെയാണ് ബേസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്? സോപ്പ് വാട്ടർ, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ക്ലിയർ ലൈം വാട്ടർ, പിന്നെ ക്ലിയർ ആഷ് സസ്പെൻഷൻ. ഇങ്ങനെ 4 ഉണ്ട്. ഈ 4 ഫിനോൾഫ്തലിൻ്റെ കളറ് പിങ്ക്. ഈ 4 അതായത് ബേസിൽ ഫിനോൾഫ്തലിൻ്റെ ഇൻഡിക്കേറ്ററായ ഫിനോൾഫ്തലിൻ്റെ കളറ് പിങ്ക്, മീഥൈൽ ഓറഞ്ച് ആണെങ്കിലോ യെല്ലോ. മീഥൈൽ ഓറഞ്ചിന് യെല്ലോ കളർ. ഓക്കെ ആണല്ലോ. ഇനി ആസിഡിക് സബ്സ്റ്റൻസസ്, ഇതിലേതൊക്കെയാണ് ആസിഡിക് സബ്സ്റ്റൻസസ്? ലെമൺ ജ്യൂസ്, അതുപോലെ വിനെഗർ, ബട്ടർ മിൽക്ക്, ടാമറിൻ വാട്ടർ. ഏതൊക്കെയാണ്? ലെമൺ ജ്യൂസ്, വിനെഗർ, ബട്ടർ മിൽക്ക്, ടാമറിൻ വാട്ടർ. ഇതിനെല്ലാത്തിനും ഫിനോൾഫ്തലിൻ ഒഴിക്കുമ്പോൾ കളർലെസ്, ഒരു കളറും ഇല്ല. അതിൻ്റെ കളർ എന്താണോ, ലെമൺ ജ്യൂസിൻ്റെ നേരത്തെയുള്ള കളർ എന്താണോ അതേ കളർ തന്നെ അല്ലേ, കളർലെസ് ആയിരിക്കും ഫിനോൾഫ്തലിൻ ഒഴിക്കുമ്പോൾ. മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ റെഡ് കളറായിട്ട് മാറും. മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ റെഡ് കളറായിട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ അസിഡിക് സൊല്യൂഷനിൽ ഫിനോൾഫ്തലിൻ്റെ കളർ എന്തുവാണ്? അസിഡിക് സൊല്യൂഷനിൽ ഫിനോൾഫ്തലിൻ്റെ കളറ് കളർലെസ്. ഇനി ബേസിക് സൊല്യൂഷനിൽ മീഥൈൽ ഓറഞ്ചിൻ്റെ കളറ് യെല്ലോ. അസിഡിക് സൊല്യൂഷനിൽ മീഥൈൽ ഓറഞ്ചിൻ്റെ കളറ് റെഡ്. ബേസിക് സൊല്യൂഷനിൽ ഫിനോൾഫ്തലിൻ്റെ കളറ് പിങ്ക്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഈ ബോക്സിൽ നിന്ന് കേട്ടോ. ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്തത്, വിച്ച് സബ്സ്റ്റൻസസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ആസിഡ്. ആസിഡിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് ഏതൊക്കെ സബ്സ്റ്റൻസ് യൂസ് ചെയ്യാമെന്ന്? മീഥൈൽ ഓറഞ്ചും പിന്നെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും. ഏതൊക്കെയാണ്? മീഥൈൽ ഓറഞ്ച് നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും നമുക്ക് ആസിഡിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യാം.
അടുത്തത് വിച്ച് ആർ ദ സബ്സ്റ്റൻസസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ബേസ്. ബേസിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ഏതൊക്കെയാണ്? അത് ഫിനോൾഫ്തലിനും പിന്നെ റെഡ് ലിറ്റ്മസ് പേപ്പറും അല്ലേ. ഫിനോൾഫ്തലിനും റെഡ് ലിറ്റ്മസ് പേപ്പറാണ് ബേസിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആസിഡിൻ്റെ ഇൻഡിക്കേറ്റർ ആരാണ്? മീഥൈൽ ഓറഞ്ചും ബ്ലൂ ലിറ്റ്മസ് പേപ്പറും. ഇനി ബേസിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിനോൾഫ്തലിനും റെഡ് ലിറ്റ്മസ് പേപ്പറും കേട്ടോ. അടുത്തത് വാട്ട് ആർ ദ കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡിൻ്റെയും ബേസിൻ്റെയും കോമൺ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ആൻസറാണ് ഇതായി എഴുതിയിട്ടുള്ളത്. എന്തൊക്കെയാണ്? ആസിഡിന് എന്തുണ്ട്? സോർ ടേസ്റ്റ്, പുളിരുചിയുണ്ട്. ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്, ബ്ലൂ ലിറ്റ്മസിന് ഡേഞ്ചർ ആയിട്ടുള്ള റെഡ് ആക്കി മാറ്റുന്നു. അടുത്തത് ബേസ് ആണെങ്കിൽ ആ സോർ ടേസ്റ്റിന് പകരം ആൽക്കലൈൻ ടേസ്റ്റ് ആണ്. പിന്നെ ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നു. പിന്നെ എന്താണ്? അതിനൊരു സ്ലിപ്പറിയാണ്. സ്ലിപ്പറി എന്ന് വെച്ചാൽ നമ്മൾ സോപ്പ് ഒരു ആൽക്കലിയാണ് അല്ലെങ്കിൽ ബേസാണ് അല്ലേ. സോപ്പ് നമുക്കറിയാമല്ലോ, കയ്യിൽ ഇടുമ്പോൾ ഒരു വഴുവഴുപ്പ് കാണില്ലേ, അതാണ് സ്ലിപ്പറി. അപ്പോൾ അതെന്താണ്? ബേസ് എന്ന് പറഞ്ഞത് ഒരു സ്ലിപ്പറിയാണ്. അടുത്ത ക്വസ്റ്റ്യനെ, വിച്ച് among the following substances can turn blue litmus red? ബ്ലൂ ലിറ്റ്മസ് റെഡാക്കി മാറ്റുന്ന താഴെ പറയുന്നതിൽ ഏതൊക്കെ സബ്സ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. ബ്ലൂ ലിറ്റ്മസിന് റെഡാക്കി മാറ്റണമെങ്കിൽ ആ സബ്സ്റ്റൻസ് എന്തായിരിക്കണം? ആസിഡ് ആണോ ബേസ് ആണോ? ആസിഡ് ആയിരിക്കണം അല്ലേ. ആസിഡ് എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഈ സബ്സ്റ്റൻസിന് ഒരു പുളിരുചി ഉണ്ടായിരിക്കണം. അതുപോലെ അതിൻ്റെ അകത്തൊരു ആസിഡിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. നോക്കിയോളൂ, ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ പുളിപ്പുള്ളൊരു വസ്തുവാണല്ലോ. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റും. അടുത്ത റൈസ് സൂപ്പ് എന്താണ്? അതൊരു പുളിരുചിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതെന്തായാലും വരില്ല. പിന്നെ ബ്ലാക്ക് ടീ എന്ന് പറയുന്നത് അത് ഈ ബ്ലാക്ക് ടീ എന്ന് വെച്ചാൽ നമ്മുടെ തേയിലപ്പൊടി ഇട്ട് തിളപ്പിച്ചുണ്ടാക്കിയ കട്ടൻ കാപ്പിയിൽ നമ്മൾ തേയിലപ്പൊടിയിൽ ഇടുന്നത്, തേയിലയിൽ അടങ്ങിയിട്ടുണ്ട് ഒരു ആസിഡ്, പേര് ടാനിക് ആസിഡ് എന്ന് പറയും. അപ്പോൾ എന്താണ്? ബ്ലാക്ക് ടീ എന്താണ്? ഒരു ആസിഡിക് സബ്സ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ അത് നമ്മുടെ ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റും. അടുത്ത ബിലിമ്പി അല്ലെങ്കിൽ ഇരുമ്പൻ പുളി എന്ന് പറയും. പിന്നെ പുളിഞ്ചിക്ക എന്നും പറയും. പിന്നെ ചെമ്മീൻ പുളി എന്നൊക്കെ പറയും. ബിലിമ്പി അല്ലെങ്കിൽ ഇരുമ്പൻ പുളി അത് എന്താണ്? പുളി, അതിൽ നിന്ന് തന്നെ അറിയാം എന്താണ് അത്. ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റും. പിന്നെ ഗ്രേപ്പിൽ ആസിഡ് അടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതും ഇതേപോലെ റെഡാക്കി മാറ്റും. ടൊമാറ്റോ ജ്യൂസ് അതും ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കും. പിന്നെ കോക്കനട്ട് വാട്ടർ റെഡാക്കൂല. അപ്പോൾ ഇതിലേതൊക്കെയാണ് വരുന്നത്? ഓറഞ്ച് ജ്യൂസ്, ബ്ലാക്ക് ടീ, ബിലിമ്പി ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്. ഇതെല്ലാമാണ് ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്ന സബ്സ്റ്റൻസ്. റീസൺ, ദീസ് ഹാവ് സോർ ടേസ്റ്റ്. ഇതിനെല്ലാം എന്തുണ്ട്? സോർ ടേസ്റ്റ് ഉണ്ട്. ഇറ്റ് കണ്ടെയ്ൻ ആസിഡ്. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? ആസിഡ് ഉണ്ട്. ആസിഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ആസിഡ് ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്നു. അടുത്തത് ടാബ്ലറ്റ് ദ ലിസ്റ്റ് ഓഫ് ഫുഡ് ഐറ്റംസ് ആൻഡ് ആസിഡ്സ് പ്രസൻറ്റ് ഇൻ ദം. കുറേ ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, അതിലടങ്ങിയിട്ടുള്ള ആസിഡും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ കർഡിലും ബട്ടർ മിൽക്കിലും, മോരിലും തൈരിലും അടങ്ങിയിട്ടുള്ള ആസിഡ് ലാക്റ്റിക് ആസിഡ്, വിനെഗറിൽ അസറ്റിക് ആസിഡ്, ലെമണിൽ സിട്രിക് ആസിഡ്, ടാമറിൻ്റെ ടാർട്ടാറിക് ആസിഡ്, ആപ്പിളിൽ മാലിക് ആസിഡ്, ഗൂസ്ബെറിയിൽ അസ്കോർബിക് ആസിഡ്. ഗൂസ്ബെറി എന്ന് വെച്ചാൽ നെല്ലിക്ക അല്ല, അസ്കോർബിക് ആസിഡ്. ടൊമാറ്റോ, തക്കാളിയിൽ ഓക്സാലിക് ആസിഡ്. ഒന്നും കൂടെ പറയാം. ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ കർഡിൽ ലാക്റ്റിക് ആസിഡ്, വിനെഗറിൽ അസറ്റിക് ആസിഡ്, ലെമണിൽ സിട്രിക് ആസിഡ്, ടാമറിൻഡിൽ ടാർട്ടാറിക് ആസിഡ്, ആപ്പിളിൽ മാലിക് ആസിഡ്, ഗൂസ്ബെറിയിൽ അസ്കോർബിക് ആസിഡ്, ടൊമാറ്റോയിൽ ഓക്സാലിക് ആസിഡ്. അടുത്തത്, ഹൗ ഡസ് മിൽക്ക് ടേൺ അസിഡിക് വെൻ ഇറ്റ് ബിക്കംസ് കർഡ്? എങ്ങനെയാണ് മിൽക്ക് അസിഡിക് ആകുന്നത് വെൻ ഇറ്റ് ബിക്കംസ് കർഡ്? ഇത് അതായത് പാല് പുളിച്ച് തൈരാകുമ്പോൾ അതെങ്ങനെയാണ് അസിഡിക് ആവുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയാണ്? കർഡ് കണ്ടെയ്ൻസ് എ ബാക്ടീരിയ കാൾഡ് ലാക്ടോബാസിലസ്. കർഡ് എന്ന് വെച്ചാൽ തൈരിൽ ഒരു ബാക്ടീരിയ ഉണ്ട്, ലാക്ടോബാസിലസ് എന്ന് പറയും. അപ്പം പാലിനെ തൈരാക്കാൻ വേണ്ടി നമ്മൾ നല്ലോണം തിളപ്പിച്ച പാലിൽ ഇച്ചിരി തൈരൊഴിക്കൂലേ? അപ്പോൾ ഈ തൈരിൽ എന്തുണ്ട്? തൈരിൽ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ദ ലാക്റ്റിക് ആസിഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദീസ് ബാക്ടീരിയ നറിഷ് ദംസെൽസ് വിത്ത് മിൽക്ക്. ഈ തൈരിലുള്ള ഈ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഈ ബാക്ടീരിയ പാലിൽ നിന്ന് പാലിലോട്ട് നമ്മൾ കുറച്ചൊഴിക്കുമ്പോൾ ആ പാലിൽ നിന്ന് അത് നറിഷ് ചെയ്യുന്നു, എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് പോഷണം നടത്തുന്നു. പാലിൽ നിന്നുള്ള പോഷണം ഇത് സ്വീകരിക്കുന്നു, ഈ ബാക്ടീരിയ സ്വീകരിക്കുന്നു. എന്നിട്ട് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു.
അപ്പോൾ ഇങ്ങനെ പാലിൽ നിന്ന് ഇത് ഈ ബാക്ടീരിയ നറിഷ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് പ്രൊഡ്യൂസ് ആവുന്നു? ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ആവുന്നു. ഇതാണ് നമ്മുടെ കർഡിന് എന്ത് കൊടുക്കുന്നത്? സോർ ടേസ്റ്റ് കൊടുക്കുന്നത്. ഈ ലാക്റ്റിക് ആസിഡിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് അവിടെ ആ പാലിൽ തൈരാകുമ്പോൾ അതിനെന്ത് കിട്ടുന്നത്? പുളിരുചി കിട്ടുന്നത് കേട്ടോ. ആസിഡ് ആൻഡ് ബേസസ് യൂസ്ഡ് ഇൻ ലബോറട്ടറീസ്. നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന ആസിഡുകളും ബേസുകളും ഏതൊക്കെയാണെന്നുള്ളത് ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് വളരെ പ്രധാനപ്പെട്ട ഒരു 4 ആസിഡിൻ്റെ പേരാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, നൈട്രിക് ആസിഡ് ഉണ്ട്, സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, അസറ്റിക് ആസിഡ് ഉണ്ട്. ഇനി ബേസസ് ഏതൊക്കെയാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അതായത് ചുണ്ണാമ്പ്, ലൈം എന്ന് പറയും. പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ്, അതാണ് കാസ്റ്റിക് സോഡ. പിന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അത് കാസ്റ്റിക് പൊട്ടാഷ്. മനസ്സിലായോ? സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡയും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് പൊട്ടാഷും. ഇനി വാട്ട് പ്രിക്കോഷൻ ഷുഡ് വി ടേക്ക് ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് വെൽ ഹാൻഡ്ലിങ് കെമിക്കൽസ്? കെമിക്കൽസൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് അപകടമൊക്കെ ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം പ്രിക്കോഷൻസ് ആണ് സ്വീകരിക്കേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന്? അവോയ്ഡ് സ്പില്ലിങ് ഓൺ ബോഡി പാർട്സ്. നമ്മുടെ ബോഡി പാർട്സിൽ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം, അവോയ്ഡ് ചെയ്യണം, വീഴാതെ മാറ്റണം. അവോയ്ഡ് സ്പില്ലിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനെ വീഴുക. അപ്പോൾ അവോയ്ഡ് ഒഴിവാക്കുക. സ്പില്ലിംഗ് ഓൺ ബോഡി പാർട്സിൽ സ്പില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ വീഴുന്നത് അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം. ഡോണ്ട് ടച്ച് വിത്ത് ഹാൻഡ്സ്, കൈകൾ കൊണ്ട് തൊടാൻ പാടില്ല. ഡോണ്ട് സ്മെൽ, ഇങ്ങനെ മണത്ത് നോക്കാൻ പാടില്ല. ആസിഡ് എടുത്തിട്ട് ഇത് ആസിഡാണോ എന്നും പറഞ്ഞ് ഇങ്ങനെ മണപ്പിച്ച് നോക്കിയാൽ നമ്മളെ മൂക്കിൻ്റെ അകത്തുള്ള രോമങ്ങൾ ഉൾപ്പെടെ കരിഞ്ഞങ്ങ് പോകും കേട്ടോ. അപ്പോൾ എന്താണ്? ഡോണ്ട് സ്മെൽ ചെയ്യാൻ പാടില്ല. ഡോണ്ട് ടേസ്റ്റ് ചെയ്യാൻ പാടില്ല. യൂസ് എ ഡ്രോപ്പർ വൈൽ ടേക്കിംഗ് ഔട്ട് ആസിഡ് ഫ്രം എ ബോട്ടിൽ. ഒരു ബോട്ടിലിൽ നിന്ന് ആസിഡ് എടുക്കാൻ വേണ്ടി നമുക്ക് ഡ്രോപ്പർ എന്ന് പറഞ്ഞിട്ട് സംഗതിയുണ്ട്. അപ്പോൾ ആ ഡ്രോപ്പർ യൂസ് ചെയ്യണം. പിന്നെ യൂസ് എ ഹോൾഡർ വൈൽ യൂസിങ് എ ടെസ്റ്റ് ട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്ത് ആസിഡ് ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഹോൾഡർ യൂസ് ചെയ്യണം. ഒരു ഹോൾഡർ ഉപയോഗിച്ചാൽ, അതായത് ടെസ്റ്റ് ട്യൂബ് ഡയറക്റ്റ് നമ്മൾ പിടിക്കാൻ പാടില്ല, ഒരു ഹോൾഡർ ഉപയോഗിച്ചാണ് ടെസ്റ്റ് ട്യൂബ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ വാട്ട് ഷുഡ് വി ഡു ഇഫ് ആസിഡ് സ്പിൽസ്? ആസിഡ് നമ്മൾ ദേഹത്ത് വീണാൽ നമ്മൾ എന്ത് ചെയ്യും? അവോയ്ഡ് എന്നല്ല കേട്ടോ, ആസിഡ് എന്നാണ്, ACID. നോക്കിയുള്ള ആൻസർ. സ്ട്രോങ് ആസിഡ്സ് ക്യാൻ അബ്സോർബ് വാട്ടർ ആൻഡ് ലിബറേറ്റ് ഹീറ്റ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണെങ്കിൽ ക്യാൻ അബ്സോർബ് വാട്ടർ ആൻഡ് ലിബറേറ്റ് ഹീറ്റ്. വാട്ടറിനെ അബ്സോർബ് ചെയ്ത് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന ഒരു സവിശേഷതയുണ്ട് ആർക്ക്? ആസിഡിന്, സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സിന്. ദേ ക്യാൻ കോസ് ബേൺസ് ഇഫ് ദേ ഗെറ്റ് സ്പിൽഡ് ഓൺ ദ ബോഡി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആസിഡ് വാട്ടറിനെ അബ്സോർബ് ചെയ്ത് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് എന്തുണ്ടാവും? പൊള്ളലുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ദേഹത്താണ് വീഴുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവും? പൊള്ളലുണ്ടാവും. ദേ ക്യാൻ കോസ് ബേൺസ്, ഇത് പൊള്ളലിന് കാരണമാകുന്നു. ഇഫ് ദേ ഗെറ്റ് സ്പിൽഡ് ഓൺ ദ ബോഡി, നമ്മുടെ ബോഡിയിൽ വീണ് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു? പൊള്ളലുണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നു. പോറിങ് കോൾഡ് വാട്ടർ ഓൺ ദ അഫക്റ്റഡ് ഏരിയ ഫോർ എ ലോങ് ടൈം ഇസ് ദ ഫസ്റ്റ് എയ്ഡ് ഫോർ ദിസ്. ഇപ്പോൾ ഇത് നമ്മുടെ ദേഹത്ത് വീണു എന്ന് വെച്ചോ, അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണ്? പോറിങ് കോൾഡ് വാട്ടർ, തണുത്ത വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പോറിങ് എന്ന് വെച്ചാൽ ഒഴിക്കുക. പോറിങ് കോൾഡ് വാട്ടർ, തണുത്ത വെള്ളം ഒഴിക്കുക. എവിടെ? ഓൺ ദ അഫക്റ്റഡ് ഏരിയ, എവിടെയാണോ ആസിഡ് വീണത് ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ പോറിങ് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഫോർ എ ലോങ് ടൈം, ഒരുപാട് സമയം, ഒരുപാട് നേരം ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ. ഇഫ് ദ ബേൺ ഈസ് സിവിയർ, ഈ ബേൺ എന്ന് പറഞ്ഞാൽ സിവിയർ ആണെങ്കിൽ, ഗുരുതരമാണെങ്കിൽ, പൊള്ളൽ ഗുരുതരമാണെങ്കിൽ ദ പേഴ്സൺ ഷുഡ് ബി ടേക്കൺ ടു ഹോസ്പിറ്റൽ. ആ പേഴ്സൺ എവിടെ എത്തിക്കണം? ഹോസ്പിറ്റലിൽ എത്തിക്കണം. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ടേക്ക് ആസിഡ്സ് ബേസസ്. ആസിഡും ബേസും ഒക്കെ എടുക്കുക. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ആസിഡ്സ് ആണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫൂറിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫൂറിക് ആസിഡും ആസിഡാണ്. സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ബേസാണ്. ഇൻ സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബ്സ്, 4 ടെസ്റ്റ് ട്യൂബിലായിട്ട് ഈ പറയുന്ന ആസിഡുകളും ബേസുകളും എടുക്കുക. ഒബ്സർവ് ആൻഡ് ടാബ്ലറ്റ് ദ കളർ ചേഞ്ച് ദാറ്റ് ഒക്കർ വെൻ വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് മീഥൈൽ ഓറഞ്ച്, ഫിനോൾഫ്തലീൻ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, റെഡ് ലിറ്റ്മസ് പേപ്പർ ആർ ആഡഡ് ടു ദം. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിൽ എടുത്ത സാധനങ്ങളിൽ യൂസ് ചെയ്യണം. ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് അറിയാമോ എടുക്കാനുള്ളത്? മീഥൈൽ ഓറഞ്ച് എടുക്കണം, ഫിനോൾഫ്തലീൻ എടുക്കണം, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുക്കണം, റെഡ് ലിറ്റ്മസ് പേപ്പർ എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഒബ്സർവേഷൻ എന്താണോ അത് നമ്മളിവിടെ ആഡ് ചെയ്യണം. അതാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. കളർ ചേഞ്ച് ഓൺ ആഡിങ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കളർ ചേഞ്ച്. ആദ്യം ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഓരോ ഇൻഡിക്കേറ്ററും യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കളർ ചേഞ്ച് വരുന്നു? സൾഫൂറിക് ആസിഡിൽ, അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡിൽ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ. അപ്പോൾ മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ വരുന്ന കളർ ചേഞ്ച് ലൈറ്റ് പിങ്ക്, ലൈറ്റ് റെഡ്. ഏതൊക്കെയാണ്? ലൈറ്റ് പിങ്കും ലൈറ്റ് റെഡും ആയി മാറുന്നു മീഥൈൽ ഓറഞ്ച്. സൾഫൂറിക് ആസിഡിൽ ലൈറ്റ് പിങ്ക്, ലൈറ്റ് റെഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ ലൈറ്റ് യെല്ലോ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ ലൈറ്റ് യെല്ലോ. ഓക്കെ ആണല്ലോ. അടുത്ത ഫിനോൾഫ്തലീൻ.
ആസിഡിൽ നോ കളർ ചേഞ്ച്, ബേസിലാണെങ്കിൽ പിങ്ക് കളറാവുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ബേസിൽ പിങ്ക് കളറാവുന്നു. അടുത്ത ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ കളർ റെഡ് ആവുന്നു, ബ്ലൂ റെഡ് ആവുന്നു. പക്ഷേ സോഡിയം ഹൈഡ്രോക്സൈഡ് നോ കളർ ചേഞ്ച്, അതായത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളറിൽ തന്നെ ഇരിക്കും. ഇനി റെഡ് ലിറ്റ്മസ് പേപ്പർ ആസിഡിലും സൾഫ്യൂറിക് ആസിഡിലും ഹൈഡ്രോക്ലോറിക് ആസിഡിലും കളർ ചേഞ്ച് ഇല്ല. റെഡ് ലിറ്റ്മസ് പേപ്പർ അങ്ങനെ തന്നെ ഇരിക്കും, റെഡ് തന്നെ. പക്ഷേ സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഡിപ്പ് ചെയ്യുമ്പോൾ ആ ബ്ലൂ കളറായി മാറുന്നു. മനസ്സിലായോ? എന്താ ഇതിൽ നിന്ന് മനസ്സിലായത്? മീഥൈൽ ഓറഞ്ച് ആസിഡിലുള്ള കളറ് ലൈറ്റ് പിങ്ക്, ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ലൈറ്റ് റെഡ് കളറായിരിക്കും. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ആൽക്കലിയിൽ അല്ലെങ്കിൽ ബേസിൽ അതിൻ്റെ കളറ് ലൈറ്റ് യെല്ലോ. അപ്പോൾ മീഥൈൽ ഓറഞ്ച് ലൈറ്റ് പിങ്ക് കളറും അല്ലെങ്കിൽ ലൈറ്റ് റെഡ് കളറും ആയിരിക്കും ആസിഡിൽ. ബേസിൽ അതിൻ്റെ കളറ് ലൈറ്റ് യെല്ലോ. ഫിനോൾഫ്തലിന് ആസിഡിൽ കളർ ചേഞ്ച് ഇല്ല, ഒരു കളർ ചേഞ്ചും ഇല്ല, ഒരു കളറും മാറുന്നില്ല. എന്നാൽ ബേസിൽ ഒഴിക്കുമ്പോൾ പിങ്ക് കളർ കിട്ടുന്നു. ഫിനോൾഫ്തലിൻ ബേസിൽ പിങ്ക് കളർ കിട്ടുന്നു, ആസിഡിൽ കളർ ചേഞ്ച് ഇല്ല. റെഡ് ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ കളർ ചേഞ്ച് ഇല്ല, ബേസിൽ ബ്ലൂ എന്ന് പറയും, റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളറായി മാറുന്നു. ഇനി ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ റെഡ് കളറാവുന്നു, ബേസിൽ ഒരു കളർ ചേഞ്ചും ഇല്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. വൈ ആൻഡ് ബൈറ്റ് കോസ് പെയിൻ. നമുക്ക് ഈ ആൻഡ് നമ്മളെ ബൈറ്റ് ചെയ്യൂലേ, അല്ലെ, ഉറുമ്പ് കടിക്കൂലേ, അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് പെയിൻ അനുഭവപ്പെടുന്നത്? ദർ ഇസ് ഫോമിക് ആസിഡ് ഇൻ ദ ബോഡി ഓഫ് ആൻഡ്സ്. ആൻഡിൻ്റെ ബോഡിയിൽ എന്തുണ്ട്? ആൻഡിൻ്റെ ബോഡിയിലുള്ള ആസിഡിൻ്റെ പേരാണ് ഫോമിക് ആസിഡ്. ഏതാണ്? ഫോമിക് ആസിഡ്. വെൻ ആൻഡ്സ് ബൈറ്റ് ദിസ് ആസിഡ് എൻറ്റേഴ്സ് അവർ ബോഡി. ആൻഡ് നമ്മളെ കടിക്കുമ്പോൾ, അല്ലേ, ഈ ഉറുമ്പൊന്ന് നമ്മളെ അങ്ങനെ കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നു. ദിസ് റിയാക്ട്സ് വിത്ത് ഹ്യൂമൻ ബോഡി. ഇത് നമ്മുടെ ഹ്യൂമൻ ബോഡിയായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോ ആൻഡ് ബൈറ്റ് കോസ് പെയിൻ. അങ്ങനെ നമ്മുടെ ആൻഡ് ബൈറ്റ് നമുക്ക് പെയിൻ ഉണ്ടാക്കുന്നു. വിച്ച് ഈസ് ദ ആസിഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റൊമക്ക്. നമ്മുടെ സ്റ്റൊമക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡിൻ്റെ പേരെന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആസ് എ റെമഡി ഫോർ അസിഡിറ്റി ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് മെഡിസിൻസ് കോൾഡ് ഡാഷ് ദാറ്റ് ക്യാൻ ന്യൂട്രലൈസ് ആസിഡ്. നമുക്ക് ആസിഡിറ്റി ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ നമുക്ക് ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും. ആ മരുന്ന് ഏതാണ്? അത് നമ്മുടെ വയറിൻ്റെ അകത്തുള്ള ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു മരുന്നാണ്. അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എൻ്റെ പേരാണ് ആൻറ്റാസിഡ്സ്. എന്താണ്? ആൻറ്റാസിഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫിൽ എ ക്വാർട്ടർ ഓഫ് എ ടെസ്റ്റ് ട്യൂബ് വിത്ത് വിനെഗർ. അതായത് ഡൈലൂട്ട് അസിറ്റിക് ആസിഡ് നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ ക്വാർട്ടർ പോർഷൻ എന്ന് വെച്ചാൽ 4/1 ഭാഗത്ത് എടുക്കുക, 1/4 ഭാഗത്ത് എടുക്കുക. പുട്ട് 3 or 4 സ്മാൾ സ്ട്രിപ്സ് ഓഫ് മാഗ്നീഷ്യൻ റിബൺ ഇൻ ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? മാഗ്നീഷ്യൻ റിബൺ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ മാഗ്നീഷ്യൻ റിബണിൻ്റെ സ്ട്രിപ്സ് ഉണ്ടല്ലോ, ഒരു 3-4 സ്ട്രിപ്സ് അതിൻ്റെ അകത്തോട്ട് ഇടുക. നോട്ട് ഡൗൺ യുവർ ഒബ്സർവേഷൻ. നിങ്ങളുടെ ഒബ്സർവേഷൻ എന്താണോ അത് എഴുതുക. ക്ലോസ് ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് വിത്ത് യുവർ തം ഫോർ എ വൈൽ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പോർഷൻ ഉണ്ടല്ലോ, വായ ഭാഗം, കുറച്ച് നേരം നമ്മുടെ തമ്പ് വെച്ചിട്ട് തള്ളവിരൽ ഉപയോഗിച്ച് ഒന്ന് അടച്ചു വയ്ക്കുക. വാട്ട് യു ഫീൽ? നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? വിച്ച് ഇസ് ദ ഗ്യാസ് ദാറ്റ് ബബിൾസ് അപ്പ് ആൻഡ് പുഷസ് അറ്റ് യുവർ തമ്പ്. ഒരു ഗ്യാസ് ഇങ്ങനെ പുറത്തോട്ട് വരും, ബബിൾ ചെയ്യും, അതായത് കുമിളകളായിട്ട് ഇങ്ങനെ മുകളിലേക്ക് വരും. ആൻഡ് പുഷസ് അറ്റ് യുവർ തമ്പ്. നിങ്ങളെ തമ്പിലോട്ട് അത് കിടന്ന് പുഷ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഏത് ഗ്യാസാണ്? ആ ഗ്യാസിൻ്റെ പേരെന്താണ്? ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓരോരോ ക്വസ്റ്റ്യനായിട്ട് ആൻസർ ചെയ്യുക. ആദ്യം നമ്മൾ ടെസ്റ്റ് ട്യൂബ് എടുത്തു, അതിൻ്റെ അകത്ത് വിനെഗർ നിറച്ചു അതിൻ്റെ കാൽഭാഗത്ത്. അതിൻ്റെ അകത്ത് കുറച്ച് സ്ട്രിപ്സ് ഓഫ് മാഗ്നീഷ്യം ഇട്ടു. നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ബബിൾസ് അറൗണ്ട്. അപ്പം നോട്ട് ഡൗൺ യുവർ ഒബ്സർവേഷൻ. നിങ്ങളുടെ ഒബ്സർവേഷനാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. ബബിൾസ് ഫോം അറൗണ്ട് ദ മാഗ്നീഷ്യം സ്ട്രിപ്പ്. ആ മാഗ്നീഷ്യം സ്ട്രിപ്പിന് ചുറ്റും, മാഗ്നീഷ്യം ഇട്ടില്ലേ, സ്ട്രിപ്പ് ഇട്ടില്ലേ, അതിൻ്റെ ചുറ്റും ബബിൾസ് ഫോം ചെയ്യുന്നു, അല്ലേ, കുമിളകളായിട്ട് ഇങ്ങനെ ഫോം ചെയ്യുന്നു. ഇനി എന്താണ്? ക്ലോസ് ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് വിത്ത് യുവർ തം ഫോർ എ വൈൽ. വാട്ട് യു ഫീൽ? നിങ്ങൾ ആ മൗത്തിൻ്റെ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പോർഷൻ നമ്മുടെ തമ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? ഇഫ് യു ക്ലോസ് ദ ടെസ്റ്റ് ട്യൂബ് വിത്ത് യുവർ തം, നിങ്ങളുടെ തമ്പ് ഉപയോഗിച്ച് ടെസ്റ്റ് ട്യൂബ് നിങ്ങൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഫീൽ പ്രഷർ. ഒരു പ്രഷർ ഉണ്ടാകുന്നു, അല്ലേ, നമുക്കൊരു മർദ്ദം ഉണ്ടാകുന്നു, അല്ലേ, ആ ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ പുറത്തേക്കൊരു പ്രഷർ ഉണ്ടാകുന്നു. ഇനി വിച്ച് ഇസ് ദ ഗ്യാസ് ദാറ്റ് ബബിൾസ് അപ്പ് ആൻഡ് പുഷസ് അറ്റ് യുവർ തമ്പ്. നിങ്ങളുടെ ഈ കയ്യിൽ ഇങ്ങനെ പുഷ് ചെയ്യുന്നത് ഏത് ഗ്യാസ് ആണെന്ന്, ഇങ്ങനെ ബബിൾ ചെയ്ത് പുറത്തേക്ക് വരുന്ന, കുമിളകളായിട്ട് പുറത്തേക്ക് വന്ന് നിങ്ങളെ കൈകളെ ഇങ്ങനെ തള്ളുന്ന ആ ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ യു ഫീൽ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക? ദിസ് ഹാപ്പൻസ് ബിക്കോസ് എ ഗ്യാസ് ഈസ് ഫോംഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ. ഈ ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരു പ്രഷർ രൂപപ്പെടുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ ഗ്യാസ് ദാറ്റ് കംസ് ഔട്ട് ആൻഡ് പുഷസ് യുവർ തമ്പ് ഈസ്. ഏതാണ് ആ ഗ്യാസ്? ആ ഗ്യാസിൻ്റെ പേരാണ് ഹൈഡ്രജൻ. ഏതാണ്? ഹൈഡ്രജൻ. ഇവിടെ ഒരു ആസിഡായ അസറ്റിക് ആസിഡും ഒരു മെറ്റലായ മഗ്നീഷ്യവും തമ്മിൽ
എന്താണ് റിയാക്ട് ചെയ്ത് അവിടെ ഒരു ഗ്യാസ് ഫോം ചെയ്തു. അതിൻ്റെ പേരാണ് ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നിങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഏതൊരു ആസിഡും ഒരു മെറ്റലും പരസ്പരം റിയാക്ട് ചെയ്താൽ അവിടെ രൂപപ്പെടുന്നത് ആരാണ്? ഒരു ഹൈഡ്രജൻ. അവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസ് രൂപപ്പെടുന്നു. അപ്പോൾ അസറ്റിക് ആസിഡിന് പകരം സൾഫ്യൂറിക് ആസിഡോ ഹൈഡ്രോക്ലോറിക് ആസിഡോ ഏതൊരു ആസിഡും പിന്നെ ഏതെങ്കിലും ഒരു മെറ്റൽ അല്ലേ, ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് മെഗ്നീഷ്യം, അതേപോലെ അലുമിനിയം, ഇരുമ്പ്, അങ്ങനെ ഏതൊരു മെറ്റലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവ തമ്മിൽ റിയാക്ട് ചെയ്ത് അവിടെ ഏത് ഗ്യാസ് ഫോം ചെയ്ത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതാനുള്ളത് ഏതാണ്? ഹൈഡ്രജൻ. ഒരു ആസിഡും ഒരു മെറ്റലും പ്രവർത്തിച്ചാൽ അവിടെ രൂപപ്പെടുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ. ഇനി നമ്മളെ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ ഭാഗത്ത് ഒരു ചെറിയ തീപ്പെട്ടി ഉണ്ടല്ലോ, കത്തിച്ച് ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ ചെറിയ ശബ്ദത്തോടെ കത്തും. ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പോർഷനിൽ അല്ലെങ്കിൽ വായ ഭാഗത്ത് കുറച്ച് ഒരു തീപ്പെട്ടി തിരി നമ്മളിങ്ങനെ കത്തിച്ചിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ അത് ചെറിയ ശബ്ദത്തോടെ ഈ പറയുന്ന ഈ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന വാതകം, അതേതാണ്? ഹൈഡ്രജൻ. ഈ വാതകം വന്ന് അത് കത്തും, ഒരു പോപ്പ് സൗണ്ടോടുകൂടി കത്തും, ചെറിയ ശബ്ദത്തോടു കൂടി. അപ്പോൾ അങ്ങനെ കത്തുന്ന ഈ ഒരു വാതകവും ഏതാണ്? ഹൈഡ്രജനാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ മൗത്ത് പോർഷനിൽ ഒരു തീ കാണിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ എന്താണ്? പോപ്പ് സൗണ്ടോടുകൂടി ഇത് കത്തും കേട്ടോ, ഈ വാതകം. അപ്പോൾ ഇതൊരു കത്തുന്ന വാതകമാണ് ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത്, ഓർത്ത് വെച്ചേക്കാം. വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ്, ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ ഡാഷ് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഏത് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹൈഡ്രജൻ. വാട്ട് ആർ ദ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്? ആസിഡിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? സോർ ടേസ്റ്റ് ഉണ്ട്, പുളി രുചിയുണ്ട്. ടേൺ ലിറ്റ്മസ് റെഡ്, ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്, ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നു? റെഡാക്കി മാറ്റുന്നു. ഈ 2 പോയിന്റ് നമ്മൾ നേരത്തെ പഠിച്ചത്. മൂന്നാമത്തെ ഒരു പോയിന്റ് നമ്മൾ പഠിക്കുകയാണ്, റിയാക്ട് വിത്ത് മെറ്റൽസ് ടു ഫോം ഹൈഡ്രജൻ. മെറ്റൽസുമായിട്ട് ഈ ആസിഡ് റിയാക്ട് ചെയ്താൽ അവിടെ എന്തുണ്ടാകുന്നു? ഹൈഡ്രജൻ ഉണ്ടാകുന്നു. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. താഴെ 2 സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ എഴുതണം. ഒന്നാമത്തെ സിറ്റുവേഷൻ, മെറ്റൽ കണ്ടെയ്നേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ടു സ്റ്റോർ പിക്കിൾസ്. പിക്കിൾസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റൽ കൊണ്ടുള്ള കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കുന്നില്ല, മെറ്റൽ കൊണ്ടുള്ള കുപ്പികളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, പിക്കിൾസ് ആർ അസിഡിക് ഇൻ നേച്ചർ. പിക്കിൾസ് എന്ന് പറയുന്നത് അസിഡിക് നേച്ചറാണ്, ആണല്ലോ. അസിറ്റിക് ആസിഡൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ വിനെഗറൊക്കെ ഒഴിച്ചല്ലേ നമ്മൾ പിക്കിൾ ഉണ്ടാക്കുന്നത്? അസിറ്റിക് ആസിഡ് അല്ലേ വിനെഗറിൽ ഇറങ്ങിയിട്ടുള്ള ആസിഡ്. അപ്പോൾ പിക്കിൾസ് എന്ന് പറയുന്നത് ഏത് നേച്ചറാണ്? അസിഡിക് നേച്ചറാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ പിക്കിൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നാരങ്ങ ആസിഡിക് സബ്സ്റ്റൻസ് ആണ്. അതുപോലെ മാങ്ങ അസിഡിക്കാണ്. പിന്നെന്താ നമ്മൾ ഉപയോഗിക്കുന്നത് പിക്കിൾ ഉണ്ടാക്കാൻ? ഈ ഇരുമ്പൻ പുളി, ബിലിമ്പി, അതും എന്താണ്? ആസിഡിക്കാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അസിഡിക് നേച്ചറുള്ള സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് പിക്കിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിക്കിൾസ് എന്ന് പറയുന്നത് എന്ത്? അസിഡിക് നേച്ചറുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഇഫ് ദേ ആർ സ്റ്റോർഡ് ഇൻ മെറ്റൽ കണ്ടെയ്നേഴ്സ്, ഇത് മെറ്റൽ കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്താൽ അവിടെ എന്താ? ദേ റിയാക്ട് വിത്ത് മെറ്റൽ, ഇത് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലേ? ഈ പിക്കിൾ ഈ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ക്യാൻ കോസ് ഹെൽത്ത് പ്രോബ്ലംസ്, അത് ഹെൽത്ത് പ്രോബ്ലംസിന് കാരണമാകുന്നു. സോ മെറ്റൽ കണ്ടെയ്നേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ടു സ്റ്റോർ പിക്കിൾസ്. അതുകൊണ്ട് മെറ്റൽ കണ്ടെയ്നേഴ്സ് നമ്മൾ പിക്കിൾസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. മനസ്സിലായല്ലോ? അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ, എർത്തേൺ വെസൽസ് ആർ കോമൺലി യൂസ്ഡ് ടു കുക്ക് ഡിഷസ് വിത്ത് കേർഡ് ആൻഡ് മിൽക്ക്. കേർഡും ബട്ടർ മിൽക്കും, അതായത് തൈരും മോരും ഒക്കെ ഉപയോഗിച്ച് കുക്ക് ചെയ്യണ ഡിഷസിന് നമ്മൾ എർത്തേൺ വെസൽസ് ആണ് ഉപയോഗിക്കുന്നത്, അതായത് മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നു. അതിനുള്ള കാരണമാണ് ചോദിച്ചേക്കുന്നത്. കേർഡ് ആൻഡ് ബട്ടർ മിൽക്ക് കണ്ടെയ്ൻ ലാക്റ്റിക് ആസിഡ്. കേർഡിലും ബട്ടർ മിൽക്കിലും എന്തുണ്ട്? അതിലടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. ലാക്റ്റിക് ആസിഡ് റിയാക്ട് വിത്ത് മെറ്റാലിക് വെസൽസ്. ഈ ലാക്റ്റിക് ആസിഡ് മെറ്റാലിക് വെസൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. കാരണം ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ആസിഡാണ്. അതെന്തുമായിട്ട് റിയാക്ട് ചെയ്യും? മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ മെറ്റാലിക് വെസൽസുമായിട്ടും ഇത് റിയാക്ട് ചെയ്യുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ എർത്തേൺ പോട്ട്സ് ആർ മോർ സൂട്ടബിൾ ഫോർ പ്രിപ്പയറിംഗ് ഫുഡ് കണ്ടെയ്നിങ് ബട്ടർ മിൽക്ക് ആൻഡ് കർഡ്. അതുകൊണ്ട് എർത്തേൺ വെസൽസ് അല്ലെങ്കിൽ എർത്തേൺ പോട്ട്സ് ആണ് നമ്മൾ ബട്ടർ മിൽക്കോ കർഡോ ഒക്കെ ഉള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ യൂസസ് ഓഫ് വിനെഗർ അറ്റ് ഹോം? നമ്മൾ വീട്ടിലൊക്കെ ഈ വിനെഗറിന് എന്തൊക്കെ യൂസാണുള്ളതെന്ന്. വിനെഗർ എന്തൊക്കെ യൂസാണ്? ഇൻ പിക്കിൾസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഫോർ പ്രിസർവിങ് ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രിസർവ് ചെയ്ത് വെക്കുക, സൂക്ഷിച്ച് വെക്കുക, വളരെ കാലം കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കുക. അതാണ് പ്രിസർവിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോർ പ്രിസർവിങ് ഫുഡ് ഐറ്റംസ് പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പിന്നെ സ്റ്റെയിൻ റിമൂവർ, നമ്മൾ എന്തെങ്കിലും കറകളൊക്കെ പറ്റിയാലേ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിനെഗർ ഉപയോഗിക്കും. അപ്പോൾ സ്റ്റെയിൻ റിമൂവറായിട്ട് ഉപയോഗിക്കുന്നു. സ്റ്റെയിൻ എന്ന് വെച്ചാൽ കറ, സ്റ്റെയിൻ റിമൂവ് എന്ന് വെച്ചാൽ കറ റിമൂവ് ചെയ്യാൻ, കറ ഒഴിവാക്കാൻ. അടുത്തത്, സം ആസിഡ്സ് ആൻഡ് ദെയർ യൂസസ് ആർ ലിസ്റ്റഡ് ഇൻ ദ ടേബിൾ ബിലോ. കംപ്ലീറ്റ് ദ ലിസ്റ്റ്.
ചില ആസിഡും അവയുടെ യൂസസുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ചിലതൊക്കെ ഫില്ല് ചെയ്യാതെ വിട്ടിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് ഇവിടെ പറയാം. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിൻ്റെ യൂസ് എന്താണ്? പിക്കിൾ മേക്കിംഗ്, കുക്കിംഗ്, ഫുഡ് പ്രോസസ്സിങ്. പിക്കിൾ മേക്കിംഗ്, പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കുക്കിങ്ങിന്, പിന്നെ ഫുഡ് പ്രോസസ്സിങ്ങിന്, ഭക്ഷ്യ സംസ്കരണം, അതാണ് ഫുഡ് പ്രോസസ്സിങ് അല്ലെങ്കിൽ പ്രിസർവിങ് ഫുഡ് ഐറ്റംസ് എന്ന് വേണമെങ്കിലും പറയാം. നമ്മൾ മുകളിൽ വിനെഗറിൻ്റെ യൂസസ് പറഞ്ഞില്ലേ, അത് ഏതെങ്കിലും എഴുതിയാലും മതി. ഇവിടെ വിനെഗറിൻ്റെ യൂസസ് പറഞ്ഞില്ലേ, ഇതിൽ പിക്കിൾസിന്, കുക്കിങ്ങിന്, പ്രിസർവിങ് ഫുഡ് ഐറ്റംസ്, സ്റ്റെയിൻ റിമൂവർ, അത് വേണമെങ്കിൽ ഇവിടെ എഴുതാം കേട്ടോ. അടുത്തത് ഫോമിക് ആസിഡ് ഫോർ തിക്കനിങ് ലാറ്റക്സ്. ലാറ്റക്സ് എന്ന് വെച്ചാൽ എന്താണ്? റബ്ബർ കറ ഉണ്ടല്ലോ, റബ്ബർ വെട്ടുമ്പോൾ അതിൽ നിന്നൊരു കറ കിട്ടും, റബ്ബർ കറ തിക്കൻ ചെയ്യാൻ വേണ്ടി, അത് റബ്ബർ കറ ആയിട്ടിരിക്കുന്നതിനെ ഷീറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡാണ് ഫോമിക് ആസിഡ് ഫോർ തിക്കനിങ് ലാറ്റക്സ്. അടുത്ത സിട്രിക് ആസിഡ് ടു മേക്ക് ഡ്രിങ്ക്സൊക്കെ, കോൾഡ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, ശീതളപാനീയങ്ങൾ എന്ന് പറയും, അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അടുത്ത സൾഫറിക് ആസിഡ് ഇൻ മോട്ടോർ വെഹിക്കിൾ ബാറ്ററീസ് ആൻഡ് ഫോർ മാനുഫാക്ചറിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് രാസവളങ്ങളുടെ നിർമ്മാണത്തിനും പിന്നെ മോട്ടോർ വെഹിക്കിൾ ഈ വാഹനങ്ങളുടെ ബാറ്ററീസിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? സൾഫ്യൂറിക് ആസിഡാണ്. സൾഫ്യൂറിക് ആസിഡ് ഭയങ്കര വീര്യം കൂടിയ ഒരു ആസിഡാണ്. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ബാറ്ററീസ് ഉപയോഗിക്കുന്നു, പിന്നെ ഫോർ മാനുഫാക്ചറിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. നൈട്രിക് ആസിഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെയിൻറ്റ്സ് ആൻഡ് ഡൈസ്. ഇവിടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ സിന്തസൈസിന് വേണ്ടിയിട്ട് നൈട്രിക് ആസിഡും സൾഫോറിക് ആസിഡും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പെയിൻറ്റ്, ഡൈ എന്നിവയുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നുണ്ട് നൈട്രിക് ആസിഡ്. അടുത്ത ടാനിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ തേയിലയിൽ അടങ്ങിയിട്ടുള്ള